我给
വാക്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വായിക്കേണ്ട പറയുമ്പോൾ വായിച്ചാൽ മതി. മത്തായി ബರೆದ ಸುವಾರ್ತೆ 22ನೇ ಅಧ್ಯಾಯ 34ರಿಂದ 40ನೇ ವಾಕ್ಯದವರೆಗೆ ನಾವು ಗಮನಿಸೋಣ. കർത്താവ് വളരെയധികം പരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണിത്. ಯೇಸು ಸ್ವಾಮಿ ಬಹಳ ಪರೀಕ್ಷೆಗೆ ಒಳಗಾಗುವಂತಹ ಸನ್ನಿವೇಶ. അതിന്റെ 15ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ 15ನೇ ವಾಕ್ಯವನ್ನು ಗಮನಿಸುವಾಗ യേശുവിനെ വാക്കിൽ കുടുക്കുവാൻ ചിലർ ശ്രമിക്കുകയാണ്. ಯೇಸು ಕ್ರಿಸ್ತನನ್ನ ಮಾತಿನಲ್ಲಿ ಹೇಗೆ ಸಿಕ್ಕಿಸಬೇಕೆಂಬುದಾಗಿ ಕೆಲವರು ಯೋಚಿಸುತ್ತಿದ್ದಾರೆ. ഒരു സംവാദത്തിന്റെ ട്രാപ്പ് ഒരുക്കി യേശുവിനെ കുരുക്കി ഉപദ്രവിക്കുവാനുള്ള ശ്രമമാണ്. ಅಂದ್ರೆ ಮಾತಿನಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿನ ಸಿಕ್ಕಿಸಿ ಉಪದ್ರವ ಕೊಡುವುದಕ್ಕೆ ಒಂದು ಗುಂಪು ಜನ ಆಲೋಚಿಸುತ್ತಿದ್ದಾರೆ. പല സാറന്മാരും പരീക്ഷ ഇടുന്നത് പിള്ളേർക്ക് എന്തറിയാൻ മേലാന്ന് കണ്ടുപിടിക്കാനാണ്. ಅನೇಕ ಉಪಾಧ್ಯಾಯರು ಪರೀಕ್ಷೆ ಹಾಕುವಂತದ್ದು ಮಕ್ಕಳಿಗೆ ಏನು ಗೊತ್ತಿಲ್ಲ ಎನ್ನುವುದು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವುದಕ್ಕೆ. ഹേ മണ്ടന്മാർ പൊട്ടന്മാരെന്ന് പറഞ്ഞ് അവർക്ക് ചിരിക്കാനും സാധിക്കും. ಅಯ್ಯೋ ಮೂಢರು, ബുദ്ധി ഇല്ലದವರು ಎಂಬುದಾಗಿ ಹೇಳಿ ನಗಾಡ್ತಾರೆ. എന്നാൽ നല്ലൊരു അധ്യാപകൻ പരീക്ഷ ഇടുന്നത് കുട്ടികൾക്ക് എന്തറിയാമെന്ന് മനസ്സിലാക്കാൻ. ಆದ್ರೆ ಒಳ್ಳೆ ಒಬ್ಬ ಉಪಾಧ್ಯಾಯನು ಪರೀಕ್ಷೆ ಕೊಡುವಂತದ್ದು ಮಕ್ಕಳು ಏನು ತಿಳಿದುಕೊಂಡಿದ್ದಾರೆ ಅನ್ನುವುದನ್ನ ತಿಳಿಯುವುದಕ್ಕಾಗಿ. ഇവിടുത്തെ പരീക്ഷകളെല്ലാം യേശുവിനെ കുടുക്കാനായിട്ടുള്ള പരീക്ഷകളാണ്. ಆದ್ರೆ ಇಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿನ ಶಿಕ್ಷೆಗೋಸ್ಕರವಾಗಿ ಪರೀಕ್ಷೆಗಳನ್ನ ಈ ಜನ ಕೊಡ್ತಾ ಇದ್ದಾರೆ. അതിന്റെ 35ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 35ನೇ ವಾಕ್ಯವನ್ನ ನಾವು ಗಮನಿಸುವಾಗ പരീക്ഷന്മാരെ പ്രതിനിധീകരിച്ച് ഒരു വൈദികൻ അവനെ പരീക്ഷിച്ച് സംസാരിക്കുന്നു. ಅಂದರೆ ಒಬ್ಬ ಗುರುವು ಆತನನ್ನ ಪರೀಕ್ಷೆ ಮಾಡೋದಕ್ಕೋಸ್ಕರ ಬರ್ತಾ ಇದ್ದಾನೆ. ഈ ന്യായശാസ്ത്രി വൈദികൻ എന്ന പദം ಅಂದ್ರೆ ധർമ്മೋಪದೇಶಕನು ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಈ ಪದ എല്ലാ പരീക്ഷന്മാർക്കും ഉൾപ്പെടുന്നതല്ലായിരുന്നു. ಎಲ್ಲಾ ಪರೀಕ್ಷೆ ಮಾಡುವಂತವರಿಗೂ ಸಂಬಂಧಪಟ್ಟದಲ್ಲ. യേശുവിന്റെ കാലത്ത് ഏതാണ്ട് 5000-ഓളം പരീക്ഷന്മാർ പലസ്തീനിൽ ജീവിച്ചിരുന്ന യോസീഫസ് എന്നൊരു പണ്ഡിതൻ പറയുന്നുണ്ട്. ಯೇಸು ಸ್ವಾಮಿ ಕಾಲದಲ್ಲಿ ಹೆಚ್ಚು ಕಡಿಮೆ 5000 ಫರಿಸಾಯರು ಜೀವಿಸುತ್ತಿದ್ದರು ಎಂಬುದಾಗಿ ಪಂಡಿತರು ಹೇಳುತ್ತಿದ್ದಾನೆ. അവരുടെ ഇടയിൽ നിന്നും പ്രത്യേക വൈദിക വിദ്യാഭ്യാസം നേടിയ നിയമജ്ഞനായ ഒരു വ്യക്തിയാണിത്. ಅಂದ್ರೆ ಅವರ ಮಧ್ಯದಲ್ಲಿ ವಿಶೇಷವಾಗಿ ಜ್ಞಾನವನ್ನು ಹೊಂದಿರುವಂತಹ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾನೆ ಈ ವ್ಯಕ್ತಿ. ആ നിയമജ്ഞൻ യേശുവിനോട് ചോദിക്കുകയാണ്. ಈ ಧರ್ಮೋಪದೇಶಕನು ಯೇಸು ಸ್ವಾಮಿ ಹತ್ರ ಕೇಳ್ತಾ ಇದ್ದಾನೆ, ഗുരു ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. ಗುರುವೇ, ಧರ್ಮಶಾಸ್ತ್ರದಲ್ಲಿ ಯಾವ ಆಜ್ಞೆ ಮುಖ್ಯವಾದದ್ದು? യഹൂദ റബിമാർ മോശയുടെ ന്യായപ്രമാണം മാത്രമല്ല ദൈവത്തിന്റെ വചനം എണ്ണി പഠിച്ചിട്ട് പറഞ്ഞു, പഴയ നിയമത്തിൽ 613 ಪ್ರಮಾಣಗಳು ಉಳ್ಳದಾಗಿ ಅವರು ಎಣ್ಣಿട്ടുണ്ട്. ಅಂದ್ರೆ ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ 613 ಆಜ್ಞೆಗಳು ಅಡಕವಾಗಿದೆ ಎಂಬುದಾಗಿ ಈ ಧರ್ಮೋಪದೇಶಕರು ಕಂಡುಕೊಂಡಿದ್ದರು. 10 ಕಲ್ಪನೆ കാണാൻ പഠിക്കാൻ മനുഷ്യന് പ്രയാസമാണ്. 10 ಆಜ್ಞೆ ಕಲಿಯೋದಕ್ಕೆ ಜನರಿಗೆ ಕಷ್ಟ. അപ്പൊ 613 കൽപ്പന ഉണ്ടെന്ന് പറഞ്ഞാലേ 613 ಆಜ್ಞೆ ಇದೆ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ ഇതിത്തിരി ತೊಂದರೆ പിടിച്ച പരിപാടിയാ. ಇದು ದೊಡ್ಡ ಸಮಸ್ಯೆಯ ವಿಷಯವಾಗಿದೆ. അപ്പൊ ബുദ്ധിമാന്മാരായ റബിമാർ, ബുദ്ധിയുള്ളಂತ ಗುರುಗಳು ജനത്തിന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഇതിനെ രത്ന ചുരുക്കമാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ಜನರು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವ ಉಪಾದಿಯಲ್ಲಿ ಇದನ್ನ ಸಂಕ್ಷಿಪ್ತವಾಗಿ ತಿಳಿಸುತ್ತಿದ್ದರು. റബിമാരുടെ കൃതികളിൽ ഇങ്ങനെ പറയുന്നു, റബിമാരിന്റെ കൃതികളിൽ ഇങ്ങനെ പറയുന്നു, ಗುರುಗಳ ಈ ಕೃತಿಗಳಲ್ಲಿ ಈ ರೀತಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, 613 ಪ್ರಮಾಣങ്ങളെ 613 ಆಜ್ಞೆಗಳು 15ാം സങ്കീർത്തനം 11 പ്രമാണങ്ങളാക്കി കുറച്ചിരിക്കുന്നു. 15ನೇ ಕೀರ್ತನೆ 11 ಆಜ್ಞೆಗಳಾಗಿ ಮಾರ್ಪಟ್ಟಿಸಿದೆ. ഇശയ്യാ പ്രവചനം 33-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ಇಶಯ್ಯ ಪ್ರವಾದನೆ 33ನೇ ಅಧ್ಯಾಯ 15ನೇ ವಾಕ್ಯಗಳಲ್ಲಿ അതിനെ 6 സംക്ഷേപിച്ചിരിക്കുന്നു. ಈ ಆಜ್ಞೆಗಳನ್ನ 6 ಸಂಕ್ಷಿಪ್ತಗೊಳಿಸಿದೆ. മീഖാ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ ಮೀಕನ ಪ್ರವಾದನೆ ಗ್ರಂಥ 6ನೇ ಅಧ್ಯಾಯ 8ನೇ ವಾಕ್ಯದಲ್ಲಿ 613-നെ 3 കുറച്ചിരിക്കുന്നു. 613 ಆಜ್ಞೆಗಳನ್ನ 2 ಮಾಡಿದ್ದಾರೆ. യെശയ്യാ 56-ന്റെ 1-ൽ ಯೆಶಾಯ ಪ್ರವಾದನೆ ಗ್ರಂಥ 56 ವಾಕ್ಯದಲ್ಲಿ 613-നെ 2 ക്രോഡീകരിച്ചിരിക്കുന്നു. 613 ಆಜ್ಞೆಗಳನ್ನ 2 ಕ್ರೋಢೀಕರಿಸಿದೆ. ആമോസ് 5-ന്റെ 4-ലും ಆಮೋಸ 5:4 ವಾಕ್ಯದಲ್ಲಿ, ഹബക്കൂക്ക് 2-ന്റെ 4-ലും ಹಬಕ್ಕೂಕ್ 2ನೇ ಅಧ್ಯಾಯ 4ನೇ ವಾಕ್ಯದಲ್ಲಿ ഇതിനെ 1 ക്രോഡീകരിച്ചിരിക്കുന്നു. ಈ ಆಜ್ಞೆಗಳನ್ನ
ಒಂದಾಗಿ ಮಾರ್ಪಟ್ಟಿಸಿದ್ದಾರೆ. നമുക്ക് വളരെ പരിചയമുള്ള വേറെ ക്രോഡീകരണങ്ങളുണ്ട്. ನಮಗೆ ಪರಿಚಯ ಇರುವಂತಹ ಬೇರೆ ಕ್ರೋಢೀಕರಣಗಳಿವೆ. 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. 1 ಸಮುವೇಲ್ 16ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಈ ರೀತಿ ನಾವು ನೋಡ್ತೇವೆ. ശമൂവേൽ പറഞ്ഞത്, ಸಮುವೇಲನು ಹೇಳಿದ್ದು, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ಯೆಹೋವನ ಆಜ್ಞೆಗಳಿಗೆ ವಿಧೇಯವಾಗುವಷ್ಟು ಯಜ್ಞಗಳಿಗೂ ಹೋಮಗಳಿಗೂ ಉಂಟು. ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ವಿಧೇಯತೆ ಎನ್ನುವುದು ಯಜ್ಞಕ್ಕಿಂತಲೂ ಮಿಗಿಲಾದದ್ದು. ഇതിനേക്കാൾ എല്ലാം സവിശ്രേഷ്ഠമായ രീതിയിൽ യേശു കർത്താവ് ഇതിനെ ക്രോഡീകരിച്ചു. ಯೇಸು ಕ್ರಿಸ್ತನು ಬಹಳ ಉತ್ತಮವಾಗಿ ಈ ಆಜ್ಞೆಗಳನ್ನ ತಿಳಿಸಿದನು. മത്തായി സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. ಮತ್ತಾಯನ ಬರೆದ ಸುವಾರ್ತೆ 7ನೇ ಅಧ್ಯಾಯ 12ನೇ ವಾಕ್ಯವನ್ನ ಓದೋಣ. മനുഷ്യർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നുവോ, ಜನರು ನಿಮಗೆ ಏನೇನು ಮಾಡಬೇಕೆಂದು ಅಪೇಕ್ಷಿಸುತ್ತೀರೋ നിങ്ങൾ അത് മറ്റുള്ളവർക്ക് ചെയ്യുവീൻ. ಅದನ್ನೇ ನೀವು ಅವರಿಗೆ ಮಾಡಿರಿ. യഹൂദ റബിമാർ അതിനെ വേറൊരു രീതിയിലാണ് പഠിപ്പിച്ചത്. ಯಹೂದ್ಯರ ಗುರುಗಳು ಅವರನ್ನ ಈ ರೀತಿ ತಿಳಿಸಿದ್ರು. ಇವಾಗ മനുഷ്യർ എന്ത് നിങ്ങൾക്ക് ചെയ്യരുതെന്ന് നിങ്ങൾ അരുതെന്ന് ആഗ്രഹിക്കുന്നുവോ, ಮನುಷ್ಯರು ನೀವು ಏನ್ ಮಾಡಬಾರ್ದೆಂಬುದಾಗಿ ಬಯಸ್ತಾರೋ നിങ്ങൾ അത് മറ്റുള്ളവർക്ക് ചെയ്യരുത്. ನೀವು ಇತರರಿಗೆ ಅದನ್ನ ಮಾಡಬೇಡ್ರಿ. തിന്മ പ്രവർത്തിക്കരുത് എന്ന വിലക്കാണ് യഹൂദ റബിമാർ കൊടുത്തത്. ಅಂದ್ರೆ ಕೆಟ್ಟದ್ದನ್ನ ಮಾಡಬಾರ್ದು ಯಹೂದ ರಬಿಗಳು ಹೇಳುವರು. എന്നാൽ യേശു കർത്താവ് ഇതിനെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് പറയുകയാണ്. ಯೇಸು ಸ್ವಾಮಿ ಇದೆಲ್ಲವನ್ನ ಬಿಟ್ಟು ಹೇಳ್ತಿದ್ದಾರೆ. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, ಅಂದರೆ ಇತರರು ನಿಮಗೆ ಏನೇನು ಮಾಡಬೇಕೆಂಬುದಾಗಿ ನೀವು ಬಯಸುತ್ತೀರೋ, മറ്റുള്ളവർ നിങ്ങൾക്ക് വന്ദനം ചെയ്യണമോ, ಇತರರು ನಿಮ್ಮನ್ನ ಗೌರವಿಸಬೇಕೋ, നിങ്ങൾ വന്ദനം ചെയ്യുക. ನೀವು ಅವರನ್ನ ಗೌರವಿಸ್ರಿ. ബഹുമാനിക്കണമോ, ಸನ್ಮಾನ ಮಾಡ್ಬೇಕಾ, നിങ്ങൾ ബഹുമാനിക്കുക. ನೀವು ಸನ್ಮಾನಿಸ್ರಿ. നിങ്ങളെ സ്നേഹിക്കണമോ, ನಿಮ್ಮನ್ನ ಪ್ರೀತಿ ಮಾಡ್ಬೇಕಾ, നിങ്ങൾ സ്നേഹിക്കുക. ನೀವು ಪ್ರೀತಿಸಿರಿ. നിങ്ങളെ ശുശ്രൂഷിക്കണമോ, ನಿಮಗೆ ಸೇವೆ ಮಾಡ್ಬೇಕಾ, നിങ്ങൾ അവരെ ശുശ്രൂഷിക്കുക. ನೀವು ಅವ್ರ ಸೇವೆ ಮಾಡ್ರಿ. പ്രൊആക്റ്റീവ് ക്രിയേറ്റീവ് ലൈഫ് സ്റ്റൈൽ കർത്താവ് അങ്ങനെ ഇനാഗ്രേറ്റ് ചെയ്യുകയാണ്. ಯೇಸು ಸ್ವಾಮಿ ಈ ರೀತಿಯಾದಂತ ವಿಷಯಗಳನ್ನ ಆತನು ತಿಳಿಸ್ತಾ ಇದ್ದಾನೆ. പ്രതികരിക്കുന്നവനായിട്ടല്ല, ಪ್ರತೀಕರಿಸೋ ರೀತಿಯಲ್ಲ, സാഹചര്യങ്ങളുടെ മേൽ ജയമെടുക്കുന്ന ഉത്തരവാദിത്വമുള്ളവനായി നന്മ ചെയ്യുന്ന മനുഷ്യനെ യേശു കർത്താവ് വിഭാവനം ചെയ്യുകയാണ്. ಅಂದ್ರೆ ಸಂದರ್ಭಕ್ಕನುಸಾರವಾಗಿ ಉತ್ತಮವಾದ ಕಾರ್ಯವನ್ನು ಮಾಡುವಂತದನ್ನ ಯೇಸು ಸ್ವಾಮಿ ತಿಳಿಸ್ತಾ ಇದ್ದಾರೆ. ഇങ്ങനെ കർത്താവ് ആവിഷ്കരിച്ച അതിശ്രേഷ്ഠമായ ആവിഷ്കരണങ്ങളിൽ ഒന്നാണ് നാം ഇവിടെ ഉത്തരമായി കേൾക്കുന്നത്. ಈ ರೀತಿಯಾಗಿ ಯೇಸು ಸ್ವಾಮಿ ಆವಿಷ್ಕಾರ ಮಾಡಿದಂತ ಉತ್ತಮವಾದಂತ ಸಂಗತಿಯನ್ನ ನಾವು ಇಲ್ಲಿ ಕೇಳುತ್ತಿದ್ದೇವೆ. യേശു ന്യായശാസ്ത്രിയോട് മറുപടി പറയുന്നു. ಯೇಸು ಸ್ವಾಮಿ ಧರ್ಮೋಪದೇಶಕರ ಹತ್ರ ಈ ರೀತಿ ಉತ್ತರ ಕೊಡ್ತಾ ಇದ್ದಾರೆ. വിശുദ്ധ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരിക. 22ನೇ ಅಧ್ಯಾಯ ಮತ್ತಾಯನ ಸುವಾರ್ತೆಗೆ ಬರೋಣ. കർത്താവ് ഇങ്ങനെ പറയുന്നു, ಯೇಸು ಸ್ವಾಮಿ ಈ ರೀತಿ ಹೇಳ್ತಿದ್ದಾರೆ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ನಿನ್ನ ದೇವರಾಗಿರುವ ಕರ್ತನನ್ನು ನಿನ್ನ ಪೂರ್ಣ ಹೃದಯದಿಂದಲೂ ನಿನ್ನ ಪೂರ್ಣ ಪ್ರಾಣದಿಂದಲೂ ನಿನ್ನ ಪೂರ್ಣ ಬುದ್ಧಿಯಿಂದಲೂ ಪ್ರೀತಿಸಬೇಕು. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന ಎಂಬ ಆಜ್ಞೆಯೇ ಮುಖ್ಯವಾದದ್ದು ಮತ್ತು ಮೊದಲನೆಯದು. രണ്ടാമത്തേത് അതിനോട് സമം, ಎರಡನೆಯದು ಸಮಾನವಾದ ಇನ್ನೊಂದು ಆಜ್ಞೆ. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ನಿನ್ನ ನೆರೆಯವನನ್ನು ನಿನ್ನಂತೆಯೇ ಪ್ರೀತಿಸಬೇಕು. പഴയ നിയമത്തിലെ മോശ നൽകിയ 2 അടിസ്ഥാന പ്രമാണങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಮೋಶೆ ಕೊಟ್ಟಂತ 2 ಅಡಿಸ್ಥಾನ ಉಪದೇಶಗಳು. മോശയുടെ പഞ്ചഗ്രന്ഥികളിൽ നിന്നും 2 ഉദ്ധരണികളാണ് കർത്താവ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ಮೋಶೆಯ ಪಂಚ ಗ್ರಂಥಗಳಿಂದ ಹೇಳಿರುವಂತ ಯೇಸು ಸ್ವಾಮಿ ತಿಳಿಸಿರುವಂತ 2 ಸಂಗತಿಗಳು. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യവും ಧರ್ಮೋಪದೇಶಕಾಂಡ 6ನೇ ಅಧ್ಯಾಯ 5ನೇ ವಾಕ್ಯ, ലേവ്യ പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യവും കർത്താവ് ചേർക്കുകയാണ്. ಯಾಜಕ ಕಾಂಡ 19ನೇ ಅಧ್ಯಾಯ 18ನೇ ವಾಕ್ಯದ ಯೇಸು ಸ್ವಾಮಿ ಒಗ್ಗೂಡಿಸುತ್ತಿದ್ದಾರೆ. അവിടെ കർത്താവ് പറയുന്നു, ಇಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿ ತಿಳಿಸುತ್ತಿದ್ದಾರೆ, വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന, ಅತಿ ಶ್ರೇಷ್ಠವೂ ಮೊದಲನೆಯದು ಆದಂತ ಆಜ್ಞೆ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം. ನಿನ್ನ ದೇವರಾಗಿರುವ ಕರ್ತನನ್ನು ಪೂರ್ಣ ಹೃದಯದಿಂದಲೂ
ಆಗಿರುವಾಗ രണ്ടാമത്തെ കൽപ്പന, ಎರಡನೆಯ ಆಜ್ಞೆ അനുജനല്ല, ಅದು ತಮ್ಮ ಅಲ್ಲ, അത് ഒന്നിനോട് സമം. ಅದು ಅದಕ್ಕೆ ಸಮ. റബിമാര് തലമുഖം ആലോചിച്ചിട്ട് കിട്ടാത്ത ഒരു 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 സമവാക്യമാണ് ഇവിടെ കാണുന്നത്. ಗುರುಗಳು ಎಷ್ಟು ಆಲೋಚಿಸಿದರೂ ಅವರಿಗೆ ಲಭಿಸದಂತಹ ಒಂದು ಸಮವಾದ ಆಜ್ಞೆ. ഏറ്റവും വലിയ ദൈവത്തെ സ്നേഹിക്കണം, ಅತಿ ಪ್ರಾಮುಖ್ಯ ದೇವರನ್ನ ಪ್ರೀತಿಸಬೇಕು. രണ്ടാമത്തേത് അതിനോട് സമമാണ്, തുല്യമാണ്. ಎರಡನೇದು ಅದಕ್ಕೆ ಸರಿ ಸಮಾನ. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ನಿನ್ನ ನೆರೆಯವನನ್ನು ನಿನ್ನಂತೆಯೇ ಪ್ರೀತಿಸಬೇಕು. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ಈ ಎರಡು ಆಜ್ಞೆಗಳಲ್ಲಿಯೂ ಪ್ರವಾದಿಗಳಲ್ಲಿಯೂ ಎಲ್ಲವೂ ಅಡಕವಾಗಿದೆ ಎಂಬುದಾಗಿ ಯೇಸು ಸ್ವಾಮಿ ಹೇಳ್ತಿದ್ದಾರೆ. കർത്താവ് പറഞ്ഞ ഈ കൽപ്പനകൾ, വിശിഷ്യ ഒന്നാമത്തെ കൽപ്പന യഹൂദന്മാർക്ക് വളരെ പരിചയമുള്ളതാണ്. ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿರುವಂತ ಈ ಮೊದಲನೇ ಆಜ್ಞೆ ಯಹೂದ್ಯರಿಗೆ ಬಹಳ ಪರಿಚಯವಿದೆ. അത് യഹൂദന്മാരുടെ വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമാണ്. ಅದು ಯಹೂದ್ಯರ ವಿಶ್ವಾಸಕ್ಕೆ ಯೋಗ್ಯವಾದಂತ ಸಂಗತಿ. ഒരു ഭക്തനായ യഹൂദ്യൻ ഇസ്രയേലിയൻ യേശുവിന്റെ കാലത്ത് ഒരു ദിവസം 2 പ്രാവശ്യം ഈ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-5 വാക്യങ്ങൾ പറയുമായിരുന്നു. ಒಬ್ಬ ಭಕ್ತನು ಇಸ್ರಾಯೇಲಲ್ಲಿ ಆತನು 2 ಸಾರಿ ದಿನಕ್ಕೆ ಈ ವಾಕ್ಯಗಳನ್ನ ಆತನು ಉಚ್ಚರಿಸುತ್ತಿದ್ದನು. ಶಮಾ ಇಸ್ರಾಯೇಲ್, ಇಸ್ರಾಯೇಲೇ ಕೇಳ್ಕುക, ಇಸ್ರಾಯೇಲ ಇಸ್ರಾಯೇಲರೇ ಗಮನಿಸಿರಿ, യാഹ്വേ എലോഹീനു യാഹ്വേ ഹാദ്, നിന്റെ ദൈവമായ യഹോവ അവൻ ഏകനായ കർത്താവാകുന്നു. ನಿನ್ನ ದೇವರಾಗಿರುವ ಯೆಹೋವನು ಆತನು ಏಕ ಕರ್ತನು. ആകയാൽ നിന്റെ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണം. ಆದುದರಿಂದ ನಿನ್ನ ಕರ್ತನನ್ನು ನೀನು ಪೂರ್ಣ ಪ್ರಾಣದಿಂದಲೂ ಪೂರ್ಣ ಬುದ್ಧಿಯಿಂದಲೂ ಪೂರ್ಣ ಶಕ್ತಿಯಿಂದಲೂ ಪ್ರೀತಿಸಬೇಕು. ഒരു ദൈവമേ ഉള്ളൂ, ಒಬ್ಬನೇ ದೇವರು. ആ ദൈവവും കർത്താവും ഏകനാകുന്നു. ಆ ಕರ್ತನು ದೇವರು ಒಬ್ಬನೇ. നിന്നെ സൃഷ്ടിച്ച ദൈവം ഏകനാണ്. ನಿನ್ನನ್ನು ಸೃಷ್ಟಿಸಿದ ದೇವರು ಏಕನು. നിന്നെ വീണ്ടെടുത്ത ദൈവം ഏകനാണ്. ನಿನ್ನನ್ನು ಬಿಡುಗಡೆ ಮಾಡಿರುವ ದೇವರು ಏಕನು. നിന്റെ ഭാരങ്ങളെ ചുമക്കുന്ന രക്ഷയോ ദൈവം ഏകനാണ്. ನಿನ್ನ ಭಾರಗಳನ್ನು ಹೊರುವಂತ ರಕ್ಷಕನು ಒಬ್ಬನು. നിന്റെ വീണ്ടെടുപ്പുകാരൻ നിന്റെ ന്യായകർത്താവുമാണ്. ನಿನ್ನ ವಿಮೋಚಕನು ನಿನ್ನ ನ್ಯಾಯ ಸ್ಥಾಪಕನು. ഈ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. ಈ ದೇವರನ್ನ ನೀನು ಪೂರ್ಣ ಹೃದಯದಿಂದ ಪ್ರೀತಿಸಬೇಕು. ഇസ്രായേലിന് വളരെ പരിചയമുള്ള ഒരു വാക്യമായിരുന്നു. ಇಸ್ರಾಯೇಲರಿಗೆ ಬಹಳ ಪರಿಚಯ ಇರುವಂತ ವಾಕ್ಯ. എന്നാൽ ദൈവവചനം നാം നോക്കുമ്പോൾ ದೇವರ ವಾಕ್ಯವನ್ನ ಗಮನಿಸುವಾಗ ഈ വാക്യം ദൈവത്തെ സ്നേഹിക്കണമെന്നും മനുഷ്യനെ സ്നേഹിക്കണമെന്ന ദൈവത്തിന്റെ കൽപ്പന, ಈ ವಾಕ್ಯ ದೇವರನ್ನ ಪ್ರೀತಿಸಬೇಕು, ಮನುಷ್ಯರನ್ನ ಪ್ರೀತಿಸಬೇಕೆಂಬತಕ್ಕಂತ ಈ ಆಜ್ಞೆ ദൈവം ശക്തമായി ആവർത്തിച്ച് കൊടുത്തിട്ടും ದೇವರು ಶಕ್ತಿಯುತವಾಗಿ ಮತ್ತೆ ಮತ್ತೆ ತಿಳಿಸಿದಾಗ್ಯೂ ഇസ്രായേലിന് അതനുസരിപ്പാൻ സാധിച്ചില്ല. ಇಸ್ರಾಯೇಲ್ ಜನರು ಆ ಆಜ್ಞೆಗಳಿಗೆ ಅನುಸಾರವಾಗಿ ವಿಧೇಯರಾಗಲಿಲ್ಲ. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ಧರ್ಮೋಪದೇಶ ಕಾಂಡ 10ನೇ ಅಧ್ಯಾಯದ 16ನೇ ವಾಕ್ಯವನ್ನ ನೋಡುವಾಗ ദൈവത്തിന്റെ ദാസനായ മോശ തന്റെ ജനത്തോട് പറയുകയാണ്, ದೇವರ ದಾಸನಾದ ಮೋಶೆ ತನ್ನ ಜನರೊಂದಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കി ഹൃദയ പരിച്ഛേദന ഏൽക്കണം. ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ನೀವು ಸುನ್ನತಿ ಮಾಡಿಸಿಕೊಳ್ಳಿರಿ. എന്താണ് ഈ ഹൃദയത്തിന്റെ അഗ്രചർമ്മം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്? 10-ാം അധ്യായം 16-ാം വാക്യം. 16ನೇ ವಾಕ್ಯ. ಹೃದಯದ ಸುನ್ನತಿ ಅಂತ ಹೇಳಿದ್ರೆ ಏನು? എന്താണ് ഇരിക്കുന്നത്? ಏನಾಗಿದೆ? ಅದಾಗಿದೆ നിന്റെ ദുശാഠ്യമുള്ള ഹൃദയം, ನಿಮ್ಮ ದುಷ್ಟ ಸ್ವಭಾವವಿರುವ ಹೃದಯ. ആ ദുശാഠ്യം, stubbornness. ದುಸ್ವಭಾವ, ಹಠಮಾರಿತನ. ഈ stubbornness എന്ന് പറഞ്ഞാൽ ಅಂದ್ರೆ ಹಠಮಾರಿತನ ಅಂತ ಹೇಳಿದ್ರೆ ഇത് പട്ടണക്കാർക്ക് അറിയാവോ എന്നറിയത്തില്ല. പറഞ്ഞുതരാം. പട്ടണക്കാർക്ക് പറഞ്ഞുതരാം. ಪಟ್ಟಣದವರಿಗೆ ಹೇಳ್ತೇನೆ. രാവിലെ മോൻ ആഫീസിൽ പോകാനായിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുക. ಬೆಳಿಗ್ಗೆ ಮಗ ಆಫೀಸ್ಗೆ ಹೋಗೋದಕ್ಕೆ, ಕಚೇರಿಗೆ ಹೋಗೋದಕ್ಕೆ ಬೈಕ್ ಸ್ಟಾರ್ಟ್ ಮಾಡ್ದ. ബട്ടൺസ് ഞെക്കിയിട്ട് സ്റ്റാർട്ട് ആകുന്നില്ല. ಬಟನ್ ಅಮುಕ್ತಾ ಇದ್ದಾನೆ, ಸ್ಟಾರ್ಟ್ ಆಗ್ತಾ ಇಲ್ಲ. അപ്പനും മോനും കൂടെ കിക്ക് സ്റ്റാർട്ട് അടിച്ചിട്ട് സ്റ്റാർട്ട് ആകുന്നില്ല. ತಂದೆ ಮಗ ಇಬ್ರು ಕಿಕ್ ಮಾಡ್ತಾ ಇದಾರೆ, ಸ್ಟಾರ್ಟ್ ಆಗ್ತಾ ಇಲ್ಲ. അപ്പനും മോനും അമ്മയും മരുമോളും എല്ലാം കൂടെ തള്ളി സ്റ്റാർട്ട് ആക്കാൻ നോക്കിയിട്ട് സ്റ്റാർട്ട് ആക്കുന്നില്ല. ತಂದೆ ತಾಯಿ ಹೆಂಡತಿ ಎಲ್ಲಾ ಸೇರಿ ಪ್ರಯತ್ನ ಮಾಡ್ತಾ ಇದಾರೆ, ಸ್ಟಾರ್ಟ್ ಆಗ್ತಾ ಇಲ್ಲ. ഇത് പണ്ട് കാലത്തെ കാളയ്ക്ക് സമമാണ്. ಇದು ಹಳೆ ಕಾಲದ ಹೋರಿಗೆ ಸಮಾನ. ഫിലിപ്പോസിയേട്ടൻ കാളെ രാവിലെ എഴുന്നേക്കാൻ നോക്കുക. മോനെ മക്കളെ ചക്കര പറഞ്ഞു എന്താണെന്നറിയാവോ? വണ്ടിയുടെ നുഖം എടുത്ത് തലേ വെക്കാൻ. വണ്ടിയുടെ നുഖം
കഴുത്തെ വെക്കാൻ. ಅಂದ್ರೆ ಗಾಡಿಯ ನೊಗ ಕುತ್ತಿಗೆಗಿಡಕ್ಕೆ. ഫിലിപ്പോസ് ചേട്ടൻ കാളെ പോയി മോനെ മക്കളെ എന്നൊക്കെ വിളിക്കുക. ಫಿಲಿಪ್ಪೋಸ್ ಎಂಬತಕ್ಕಂಥ ವ್ಯಕ್ತಿ ಈ ಗೋರಿಗೆ ಮಗನೇ ಮಕ್ಕಳೇ ಎಂಬ ಕರೀತಾ ಇದ್ದಾರೆ. കാളയ്ക്കറിയാം എഴുന്നേറ്റ് നിന്നാൽ തന്റെ നടു ഒടിയുമെന്നറിയാം. ಓರಿಗೆ ಗೊತ್ತಾಗ್ತದೆ ಎದ್ದು ನಿಂತು ಬಿಟ್ರೆ ಬೆನ್ನು ಮುರಿದೋಗ್ತದೆ. പിണ്ണാക്ക് കൊടുത്താലും പുല്ല് കൊടുത്താലും സ്നേഹം പിണ്ണാക്ക്. ಹಿಂಡಿ ಕೊಟ್ರು, ಎಷ್ಟೇ ಒಳ್ಳೆ ಊಟ ಕೊಟ್ರು, എന്നാ കൊടുത്താലും ಏನೇ ಕೊಟ್ರು ഇവൻ എഴുന്നേക്കത്തില്ല. ಈ ಹೋರಿ ಎದ್ದೇಳ್ತಾ ಇಲ್ಲ. അതിനാണ് ദുശാഠ്യമുള്ള കാള എന്ന് പറയുന്നത്. ಅದಕ್ಕೆ ಹೇಳೋದು ಹಠಮಾರಿತನ ಇರುವಂತ ಹೋರಿ. ദുശാഠ്യമുള്ള മോട്ടോർ സൈക്കിൾ, ಹಠಮಾರಿತನ ಇರುವಂತ ಮೋಟಾರ್ ಸೈಕಲ್. ഇതുപോലെ ദൈവജനമെന്ന മോശ പറയുന്നത്. ಇದೇ ರೀತಿ ದೇವರ ಜನರು ಎಂಬುದಾಗಿ ಮೋಶೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ. ദൈവം പറഞ്ഞിട്ടും 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 ആവർത്തിച്ചിട്ടും പ്രവാചകന്മാരെ അയച്ചിട്ടും നിന്റെ ഹൃദയത്തോട് മുട്ടി മുട്ടി സംസാരിച്ചിട്ടും കേൾക്കുവാൻ മനസ്സില്ലാത്ത ജനതേ നിന്നെ വിളിക്കുന്നത് നീ ദുശാഠ്യമുള്ള ഹൃദയമുള്ള ജനതയെന്നോ. ದೇವರು ಎಷ್ಟು ಸಾರಿ ಪ್ರವಾದಿಗಳನ್ನ ವಾಕ್ಯಗಳನ್ನ ಕಳುಹಿಸಿದಾಗ್ಯೂ ಹೃದಯವನ್ನ ಹಠ ಮಾಡಿಕೊಂಡಿರುವಂತ ಜನರನ್ನ ನೋಡಿ ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ನೀವು ಹಠಮಾರಿತನದಿಂದ ತುಂಬಿರುವ ಜನರು. മോശയുടെ നാക്കിനെ തടിപ്പ് കൂടിയിരുന്നു എന്നാണ് നമ്മുടെ വേദപുസ്തകം. ಮೋಶೆಯ ನಾಲಿಗೆ ಮಂದವಾಗಿತ್ತು ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. അദ്ദേഹത്തിന്റെ നാക്കിന് വിക്കുണ്ടായിരുന്നു. ಆತನು ತೊದಲು ಮಾತವನಾಗಿದ್ದನು. എബ്രായ വേദപുസ്തകത്തിൽ പറയുന്നത് അത് പരിച്ഛേദനയേക്കാത്ത നാക്കാണ്. ಇಬ್ರಿಯ ಪತ್ರಿಕೆಯಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, ಆ ನಾಲಿಗೆ ಸುನ್ನತಿ ಇಲ್ಲದಿರುವಂತ ನಾಲಿಗೆ. സംസാരിപ്പാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്, ಮಾತನಾಡುವುದಕ್ಕೆ ತಡಸ ಇದೆ. അയ്യോ അതൊരു ചെറിയ സൂത്രമാ, അതിനേക്കാൾ വലിയ അർത്ഥം അതിനകത്തുണ്ട്. ಅದಕ್ಕಿಂತಲೂ ಮಿಗಿಲಾದ ಒಂದು ಅರ್ಥ ಅದರಲ್ಲಿದೆ. എന്താണെന്നറിയാമോ പരിച്ഛേദനയേൽക്കാത്ത അധരം എന്ന് പറയുന്നത്? ಏನು ಗೊತ್ತಾ? ಸುನ್ನತಿ ಇಲ್ಲದೆ ಇರುವಂತ ಅಂತರಂಗ ಅಂತ ಹೇಳಿದ್ರೆ ഉരിയാടരുതാത്തത്, മിണ്ടരുതാത്തത്, ശബ്ദിക്കരുതാത്തത് നിന്റെ വായിൽ നിന്ന് വരുന്നുണ്ടെന്ന് വരികിൽ നിന്റെ അധരങ്ങൾ പരിച്ഛേദന ഏറ്റിട്ടില്ല. ಮಾತನಾಡಬಾರದೇ ಇರುವಂತ, ಹೇಳಬಾರದೇ ಇರುವಂತ ಸಂಗತಿಗಳು ನಿನ್ನ ನಾಲಿಗೆಯಿಂದ ಬರುತ್ತಿರುವುದಾದರೆ ನಿನ್ನ ಅಂತರಂಗದಲ್ಲಿ ಸುನ್ನತಿಯಾಗಲಿಲ್ಲ. യെരമ്യാ പ്രവാചകൻ പറയുകയാണ്, ಯೆರೆಮೀಯ ಪ್ರವಾದಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ജനമായ ഇസ്രായേലിന്, ದೇವರ ಜನರಾಗಿ ಪ್ರಜೆಗಳಾಗಿರುವ ಇಸ್ರಾಯೇಲರಿಗೆ ചെവിക്ക് പരിച്ഛേദനയില്ലെന്ന്, ಕಿವಿಗೆ ಸುನ್ನತಿ ಇಲ್ಲಂತೆ. കർത്താവിന്റെ ദാസൻ തന്റെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞല്ലോ. ದೇವರ ಸೇವಕರು ಅವರ ಕಷ್ಟಗಳನ್ನ ತಿಳಿಸ್ತಾರಲ್ಲ. ദൈവദാസനെ ഞാൻ ആശ്വാസത്തിനായിട്ട് പറയാ, ഈ ഇടി പൊട്ടനാണ്. ಆ ದೇವರ ಸೇವಕರೇ, ನಾನು ನಿಮಗೆ ಸಂತೈಸಿಕೆಗಾಗಿ ಹೇಳ್ತಿದ್ದೇನೆ, ಈ ಇಡೀ ಒಬ್ಬ ಮೂರ್ಖನು. എന്റെ ഇടതുവശത്തിരുന്ന് പടക്കം പൊട്ടിക്കാൻ ഞാൻ കേൾക്കുക. ನನ್ನ ಈ ಸೈಡ್ ಎಡಭಾಗದಲ್ಲಿ ಬಂದು ಎಷ್ಟೊಂದು ಪಟಾಕಿ ಹೊಡೆದು ನನಗೆ ಕೇಳಿಸಲ್ಲ. അപ്പൊ ഇതാണ് പരിച്ഛേദനയില്ലാത്ത ചെവി എന്ന് പറയും. ಇದರ ಅರ್ಥ ಆಗಿದೆ ಸುನ್ನತಿ ಇಲ್ಲದೆ ಇರುವಂತ ಕಿವಿ. എത്ര പറഞ്ഞാലും ಎಷ್ಟೇ ಹೇಳಿದ್ರು കേൾക്കുകയില്ല, ಕೇಳಿಸ್ತಾ ಇಲ್ಲ. എന്റെ ചെവി നിങ്ങൾ നോക്കിക്കോ, ನನ್ನ ಕಿವಿ ನೀವು ನೋಡ್ರಿ, സുന്ദരൻ ചെവിയായി, ಒಳ್ಳೆ ಕಿವಿ. അതിനകത്ത് എല്ലാ യന്ത്ര സാമഗ്രികളും അതുപോലെ ഇരിപ്പുണ്ട്. ಈ ಕಿವಿಯೊಳಗೆ ಎಲ್ಲಾ ರೀತಿಯ ಯಂತ್ರಗಳು ಇದೆ. ആർക്കേലും വേണേ ഞാൻ ഓരോ അവയവങ്ങൾ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാം. ಯಾರಿಗಾದ್ರೂ ಬೇಕಾಗಿದ್ರೆ ನಾನು ದಾನ ಮಾಡ್ತೇನೆ. ഈ പുള്ളിക്കാരന് ഒരു പ്രയോജനമില്ല. ಆದ್ರೆ ಇದು ಯಾವ ಪ್ರಯೋಜನ ಇಲ್ಲ. എന്തുകൊണ്ടാണെന്നറിയാമോ? ಯಾಕೆ ಗೊತ್ತಾ? അത് ദൈവത്തിന്റെ വേലയായിരുന്നു, ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു. ಅದೊಂದು ದೇವರ ಕ್ರಿಯೆ. ഇതുപോലെ അനേകരുടെ ചെവികൾ എന്ന് പറയും. ಇದೇ ರೀತಿ ಅನೇಕರ ಕಿವಿಗಳು, മനോഹരമായ കാതുകളുണ്ട്, ಸುಂದರವಾದ ಕಿವಿಗಳಿವೆ, ഉരുപ്പടികളെല്ലാം അകത്തുണ്ട്, ಒಳಗೆ ಎಲ್ಲಾ ಯಂತ್ರಗಳಿವೆ. അത്യുന്നതൻ നർമ്മമായി സംസാരിച്ചാൽ, ഹൃദ്യമായി സംസാരിച്ചാൽ, വേറിട്ട് വിളിച്ചുകൊണ്ട് മരുഭൂമിയിൽ കൊണ്ടുപോയി നിന്നോട് സ്നേഹസംവാദം നടത്തിയാൽ, അഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെ നിന്നോട് ഉരിയാടിയാൽ കേൾക്കുവാൻ നിനക്ക് ചെവിയില്ല. ಮಹೋನ್ನತನು ಉನ್ನತನು ನಿನ್ನನ್ನು ಬೇರ್ಪಡಿಸಿ ನಿನ್ನೊಂದಿಗೆ ಮಾತನಾಡಿದಾಗ್ಯೂ, ಹೃದಯಪೂರ್ವಕವಾಗಿ ಮಾತನಾಡಿದಾಗ್ಯೂ ನಿನಗೆ ಕೇಳಲು ಸಾಧ್ಯವಾಗುತ್ತಿಲ್ಲ. ഈ ഇസ്രായേലിന്റെ അവസ്ഥ, ಈ ಇಸ್ರಾಯೇಲ್ ಜನರ ಅವಸ್ಥೆ, ഹൃദയ കാഠിന്യമുള്ള, ಹೃದಯ ಕಾಠಿಣ್ಯವಿರುವ, പരിച്ഛേദനയേൽക്കാത്ത ഹൃദയമുള്ള, ಸುನ್ನತಿ ಹೊಂದದೇ ಇರುವಂತ ಹೃದಯವಿರುವ, പരിച്ഛേദനയേൽക്കാത്ത അധരങ്ങളുള്ള, ಸುನ್ನತಿ ಹೊಂದದೇ ಇರುವಂತ ನಾಲಿಗೆ ಇರುವ, പരിച്ഛേദനയേൽക്കാത്ത ചെവി കാതുകളുള്ള, ಸುನ್ನತಿ ಹೊಂದದೇ ಇರುವಂತ ಕಿವಿ ಇರುವ ഇസ്രായേലിനെ കുറിച്ച് ദൈവം തന്നെ പറയുക. ಇಸ್ರಾಯೇಲರ ಕುರಿತು ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ. ആവർത്തന പുസ്തകം 29:4 വായിച്ചേ. ഡ്യൂട്രോണമി 29 and verse 4. ಧರ್ಮೋಪದೇಶ ಕಾಂಡ 29:4 ವಾಕ್ಯವನ್ನು ಓದೋಣ.
29 and verse 4. കർത്താവ് അവർക്ക് മനസ്സിലാക്കുന്ന ഒരു ഹൃദയവും കാണുന്ന കണ്ണുകളും കേൾക്കുന്ന ചെവികളും കൊടുത്തിട്ടില്ലായിരുന്നു. ಗ್ರಹಿಸುವ ಬುದ್ಧಿ, ನೋಡುವ ಕಣ್ಣು, ಕೇಳುವ ಕಿವಿ ಇವುಗಳನ್ನು ಯೆಹೋವನು ಅವರಿಗೆ ಅನುಗ್ರಹಿಸಲಿಲ್ಲ. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, ബുദ്ധിയുണ്ടെങ്കിലും ഗ്രഹിക്കാത്ത ഒരു സ്ഥിതി. ಕಣ್ಣಿದ್ದರೂ ಕಾಣದ, ಕಿವಿ ಇದ್ದರೂ ಕೇಳದ, ಬುದ್ಧಿ ಇದ್ದರೂ ಗ್ರಹಿಸದ ಈ ರೀತಿಯ ಅನುಭವ. പ്രവാചകന്റെ ഭാഷയിൽ ഇത് ഊമ വിഗ്രഹങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്. ಪ್ರವಾದಿಯ ಭಾಷೆಯಲ್ಲಿ ಇದು ಮಾತನಾಡಲಾರದಂತ ವಿಗ್ರಹಕ್ಕೆ ಸಮಾನ. യഹോവയവർക്ക് കണ്ണിന് കാഴ്ച കൊടുത്തിരുന്നില്ല. ದೇವರು ಅವರಿಗೆ ಕಣ್ಣು ಕಾಣಿಸುವುದಕ್ಕೆ ಅವಕಾಶವಾಗಲಿಲ್ಲ. അവരുടെ കാതുകൾക്ക് കേൾവി ശക്തി ഇല്ലായിരുന്നു. ಅವರ ಕಿವಿಗೆ ಕೇಳಿಸುವ ಶ್ರವಣ ಶಕ್ತಿ ಇಲ್ಲ. അത്യുന്നതന്റെ പരിജ്ഞാനം ഗ്രഹിക്കുവാൻ അവരുടെ ഹൃദയങ്ങൾക്ക് പ്രാപ്തിയില്ലായിരുന്നു. ಮಹೋನ್ನತನಾದ ದೇವರ ಆಲೋಚನೆಯನ್ನು ಗ್ರಹಿಸುವುದಕ್ಕೆ ಅವರ ಹೃದಯದಲ್ಲಿ ಸಾಧ್ಯವಾಗುತ್ತಿಲ್ಲ. എന്നാൽ ഒരു പ്രതിവിധി ദൈവം കണ്ടിരുന്നു. ಆದರೆ ದೇವರು ಅದಕ್ಕೆ ಒಂದು ಮರುತರ ನೋಡುತ್ತಿದ್ದಾನೆ. അത്യുന്നതൻ ലോകസ്ഥാപനത്തിന് മുന്നമേ അതിന് പദ്ധതി ഇട്ടിരുന്നു. ಪ್ರಪಂಚದ ಪ್ರಾರಂಭಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ಮಹೋನ್ನತನು ಅದಕ್ಕೆ ಆಲೋಚನೆ ಇಟ್ಟಿದ್ದನು. അബ്രഹാമിന്റെ സന്തതിയെ നിനക്ക് മാത്രമല്ല, ಅಬ್ರಾಹ್ಮನ ಸಂತತಿಯೇ ನಿನಗೆ ಮಾತ್ರವಲ್ಲ, ആദാമിന്റെ സകല വംശങ്ങൾക്കും ഒരു അനുഗ്രഹം അവൻ ഒരുക്കിയിരുന്നു. ಆದಾಮನ ಸಕಲ ವಂಶಗಳಿಗೂ ಆತನೊಂದು ಆಶೀರ್ವಾದ ಇಟ್ಟಿದ್ದನು. യഹോവ ഹൃദയത്തിന് പരിച്ഛേദന വരുത്തുന്ന ഒരു നാഴികയെ കുറിച്ച് വാഗ്ദാനം കൊടുത്തിരുന്നു. ಯೆಹೋವನು ಹೃದಯಕ್ಕೆ ಒಂದು ಸುನ್ನತಿ ಮಾಡುವ ಸಂಗತಿಯನ್ನ ದೇವರು ಇಟ್ಟಿದ್ದರು. ആ ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ് യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് തരുന്ന വീണ്ടും ജനനമെന്ന് പറയുന്നു. ಆ ಹೃದಯದ ಸುನ್ನತಿಯಾಗಿದೆ ಯೇಸು ಕ್ರಿಸ್ತನ ಮೂಲಕ ನಾವು ಹೊಸದಾಗಿ ಹುಟ್ಟುವಾಗ ಲಭಿಸುವಂತ ಭಾಗ್ಯ. ಸುವಾರ್ತೆಯಲ್ಲಿ ಜೀವಿಸುವವರು, മരിച്ചവനെ ദൈവം ഉയർപ്പിച്ചതാണ്. ಸತ್ತವರನ್ನ ದೇವರು ಎಬ್ಬಿಸಿದವನು. യേശുവിന്റെ അധികാരമുള്ള സുവിശേഷം കെട്ടഴിച്ചു വിട്ട ജീവിതങ്ങളാണ്. ಯೇಸು ಕ್ರಿಸ್ತನ ಅಧಿಕಾರವಿರುವ ಸುವಾರ್ತೆಯಿಂದ ಬಿಡುಗಡೆ ಹೊಂದಿದವರು. വിശ്വസിക്കുന്ന ഏവനും രക്ഷയ്ക്ക് കാരണമായ ദൈവശക്തി, അതാണ് യേശുവിന്റെ സുവിശേഷം. ನಂಬುವಂತಹ ಎಲ್ಲವರಿಗೆ ದೇವರ ಶಕ್ತಿಯಾಗಿದೆ ಯೇಸು ಕ್ರಿಸ್ತನ ಸುವಾರ್ತೆ. ആ സുവിശേഷം വിശ്വസിക്കുമ്പോൾ ಆ ಸುವಾರ್ತೆಯನ್ನು ನಂಬುವಾಗ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ട് ದೇವರ ಪವಿತ್ರಾತ್ಮನು ಕ್ರಿಯೆ ಮಾಡಿ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഹൃദയത്തിന്റെ പരിച്ഛേദന എന്ന് പറയുന്നത്. ದೇವರು ಮಾಡುವಂತ ಕ್ರಿಯೆಯಾಗಿದೆ ಹೃದಯದಲ್ಲಿ ಸುನ್ನತಿ. ഇവിടെ ന്യായശാസ്ത്രിക്ക് മനസ്സിലാകാതിരുന്നതും ಇಲ್ಲಿ ಧರ್ಮೋಪದೇಶಕನಿಗೆ ತಿಳಿಯದೇ ಇದ್ದದ್ದು യേശു തമ്പുരാൻ തന്റെ തൃക്കരങ്ങളിൽ വഹിച്ചിരുന്നതുമായ ഒരു സത്യമുണ്ട്. ಯೇಸು ಕ್ರಿಸ್ತನು ತನ್ನ ಹಸ್ತದಲ್ಲಿ ತೆಗೆದುಕೊಂಡಂತ ಒಂದು ಸತ್ಯವಿದೆ. മോശ കാണിച്ചു കൊടുത്തിരുന്ന ಮೋಶೆ ತೋರಿಸಿದಂತ, മോശ പ്രവചിച്ച, ಮೋಶೆ ಪ್ರವಾದನೆ ಮಾಡಿದಂತ, ഇരമ്യാവ് പ്രവചിച്ച, ಯೆರೆಮೀಯನು ಪ್ರವಾದಿಸಿದಂತ, യെഹെസ്കേൽ പ്രവചിച്ച, ಯೆಹೆಸ್ಕೇಲನು ಪ್ರವಾದಿಸಿದಂತ ഹൃദയത്തിന്റെ പരിച്ഛേദന യേശു കൊണ്ടുവന്നിരിക്കുകയാണ്. ಹೃದಯದ ಸುನ್ನತಿ ಯೇಸು ಸ್ವಾಮಿ ತಿಳಿಸುತ್ತಿದ್ದಾರೆ. യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന നൽകുകയാണ്. ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ನಂಬುವಂತ ಪ್ರತಿಯೊಬ್ಬವರಿಗೂ ಯೇಸು ಕ್ರಿಸ್ತನು ಹೃದಯದಲ್ಲಿ ಕೈಯಿಂದ ಬರೆಯದಿರುವಂತ ಒಂದು ಸುನ್ನತಿಯನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. എന്റെ വാത്സല്യ സഹോദരി ನನ್ನ സഹോദരന്മാരെ, ಪ್ರೀತಿಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, യേശുവിൽ വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തി. ಯೇಸು ಸ್ವಾಮಿನ ನಂಬುವಂತವರು ಹಸ್ತಗಳನ್ನು ಎತ್ತೋಣ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർന്നിരിക്കട്ടെ. ನಿಮ್ಮ ಹಸ್ತ ಎತ್ತಲ್ಪಡಲಿ. നിന്നൊക്കെ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി കർത്താവ് നടത്തിയിരിക്കുക. ನಿಮಗೆ ದೇವರು ಒಂದು ತೆರೆದ ಹೃದಯ ಶಸ್ತ್ರ ಚಿಕಿತ್ಸೆಯನ್ನ ಮಾಡಿದ್ದಾರೆ. അത് നാരായണ ഹൃദയാലയത്തിലല്ല നടന്നത്. ಅದು ನಾರಾಯಣ ಹೃದಯಾಲಯದಲ್ಲಿ ಅಲ್ಲ ನಡೆದಿರೋದು. കാൽവറിയിലെ ക്രൂശിലാണത് നടന്നത്. ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ ನಡೆದಿರೋದು. അരിമത്യായിലെ യോസഫിന്റെ ഒഴിഞ്ഞു കിടക്കുന്ന കല്ലറയിലാണ് അതിന്റെ ശക്തി വെളിപ്പെട്ടത്. ಅರಿಮಥಾಯನ ಆ ಒಂದು ತೆರೆದಲ್ಪಟ್ಟಂತ ಸಮಾಧಿಯಲ್ಲಿ ನಡೆದಿರುವುದು. കർത്താവ് നിന്നെ പുതു സൃഷ്ടിയാക്കി മാറ്റിയിരിക്കുന്നു. ಯೇಸು ಕ್ರಿಸ್ತನು ನಿನ್ನನ್ನು ಹೊಸ ಸೃಷ್ಟಿಯನ್ನಾಗಿ ಮಾಡಿದ್ದಾರೆ. അവൻ നിന്റെ കല്ലായിരുന്ന അനുസരണം കെട്ട ദുശാഠ്യമുള്ള ഹൃദയത്തെ മാറ്റി. ಕಲ್ಲಾಗಿರುವಂತ ಹಠಮಾರಿತನದ ನಿನ್ನ ಹೃದಯವನ್ನ ಯೇಸು ಸ್ವಾಮಿ ಮಾರ್ಪಡಿಸಿದ್ದಾರೆ. കൈകൊണ്ടല്ലാത്ത ഹൃദയത്തിന്റെ പരിച്ഛേദന പുതിയ നിയമം പ്രകാരം നിനക്ക് നൽകിയിരിക്കുകയാണ്. ಕೈಯಿಂದ ಅಲ್ಲದೆ ಇರುವಂತ ಹೃದಯದಲ್ಲಿ ಸುನ್ನತಿ
ഇസ്രായേലിന് ചെയ്യുവാൻ മേലാത്തത് ഇന്ന് നമുക്ക് ദൈവത്തോട് കൃപയാൽ ചെയ്യാൻ സാധിക്കും. ಇಸ್ರಾಯೇಲರಿಗೆ ಮಾಡಲು ಸಾಧ್ಯವಾಗದೇ ಇರುವಂತದ್ದು ದೇವರ ಕೃಪೆಯಿಂದ ನಮಗೆ ಮಾಡಲು ಸಾಧ್ಯವಾಯಿತು. അതിന്റെ വെളിച്ചത്തിലാണ് ಅದರ ಬೆಳಕಿನಲ್ಲಿ ഇന്ന് രാവിലെ ദൈവജനത്തെ സ്വാധിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ಈ ಬೆಳಗ್ಗೆ ದೇವರ ವಾಕ್ಯವನ್ನು ಮಾತನಾಡಿ ನಾನು ತಿಳಿಸಿದೆನು, നിങ്ങളുടെ ഹൃദയം ನಿಮ್ಮ ಹೃದಯ നിങ്ങൾക്കുള്ളതല്ല, ನಿಮಗಿರುವಂತದ್ದಲ್ಲ. നിങ്ങൾ ഹൃദയം യേശുവിന് കൊടുത്തതാ. ನಿಮ್ಮ ಹೃದಯವನ್ನ ನೀವು ಯೇಸು ಸ್ವಾಮಿಗೆ ಕೊಟ್ಟಿದ್ದೀರಾ. എന്തിനാ ഹൃദയം യേശുവിന് കൊടുത്തത്? ಯಾಕೆ ಹೃದಯವನ್ನ ಯೇಸು ಸ್ವಾಮಿಗೆ ಕೊಟ್ಟಿದ್ದೀರಾ? അത്യുന്നതന് നിന്നിൽ വസിക്കുവാൻ, ಮಹೋನ್ನತನು ನಿಮ್ಮಲ್ಲಿ ವಾಸ ಮಾಡುವುದಕ್ಕಾಗಿ, ക്രിസ്തു വിശ്വാസത്താൽ നിന്റെ ഉള്ളിൽ വസിക്കുവാൻ, ಯೇಸು ಕ್ರಿಸ್ತನು ನಂಬಿಕೆಯಿಂದ ನಿನ್ನ ಹೃದಯದಲ್ಲಿ ವಾಸ ಮಾಡುವುದಕ್ಕಾಗಿ, മഹോന്നതന്റെ ജീവിപ്പിക്കുന്ന ആത്മാവ് നിന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ, ಮಹೋನ್ನತನ ಜೀವಿಸುವಂತ ಆತ್ಮನು ನಿನ್ನಲ್ಲಿ ವಾಸ ಮಾಡುವುದಕ್ಕಾಗಿ, കല്ലുപോലായിരുന്ന നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് അതിനകത്ത് ദൈവ സ്നേഹത്തിന്റെ നങ്കൂരമിട്ട് തരുവാൻ, ಕಲ್ಲಾಗಿರುವಂತ ನಿನ್ನ ಹೃದಯವನ್ನು ಶುದ್ಧೀಕರಣ ಮಾಡಿ ಅದರಲ್ಲಿ ದೇವರ ಪ್ರೀತಿಯನ್ನ ಅಳಪಡಿಸಿ, മിശിഹായുടെ സമാധാനം നിന്റെ ഹൃദയത്തിനകത്ത് വാഴുവാൻ, ಕ್ರಿಸ್ತನ ಸಮಾಧಾನವು ನಿನ್ನ ಹೃದಯದಲ್ಲಿ ವಾಸ ಮಾಡುವುದಕ್ಕಾಗಿ, നിന്റെ ഹൃദയ കാഠിന്യത്തെ ശുദ്ധീകരിച്ച് ദൈവ സ്നേഹത്തിന്റെ ജലപ്രളയമാക്കി നിന്റെ ഹൃദയത്തെ മാറ്റുവാൻ, ನಿನ್ನ ಹೃದಯದ ಕಠಿಣವನ್ನು ಶುದ್ಧೀಕರಿಸಿ ದೇವರ ಜಲ ಪ್ರಳಯವನ್ನಾಗಿ ಮಾಡುವುದಕ್ಕಾಗಿ, അതിനായിട്ടാണ് നിന്റെ ഹൃദയം നീ കർത്താവിന് കൊടുത്തത്. ಅದಕ್ಕೋಸ್ಕರ ನೀನು ನಿನ್ನ ಹೃದಯವನ್ನ ಯೇಸು ಸ್ವಾಮಿಗೋಸ್ಕರ ಕೊಟ್ಟಿದ್ದೀಯಾ. I want to make an appeal to all the young people of IPC Karnataka. ಐಪಿಸಿ ಕರ್ನಾಟಕದಲ್ಲಿರುವ ಎಲ್ಲ ಯುವಕ ಯುವತಿಯರಿಗೆ ನಾನು ಒಂದು ಅಪೀಲ್ ಅನ್ನ ಮಾಡ್ತಾ ಇದ್ದೇನೆ. I am sure you are getting excited because this is February. ನೀವು ಬಹಳ ಉತ್ಸಾಹದಿಂದಿದ್ದೀರಾ, ಯಾಕಂದ್ರೆ ಇದು ಫೆಬ್ರವರಿ ತಿಂಗಳು. Because you always feel ticklish about your heart in February. ಫೆಬ್ರವರಿ ತಿಂಗಳು ಬರುವಾಗ ನಿಮ್ಮ ಹೃದಯ ಬಡಿತ ಹೆಚ್ಚಾಗ್ತದೆ. I am an old man and I keep getting message after message after message from love guru, that guru, this guru, because it is February. ಅಂದ್ರೆ ಫೆಬ್ರವರಿ ತಿಂಗಳಾಗಿರೋದ್ರಿಂದ ಈ ಗುರುವಿಂದ ಆ ಗುರುವಿಂದ ಅನೇಕ ರೀತಿಯ ಸಂದೇಶಗಳು ಬರ್ತದೆ. വാലന്റൈൻ ഡേ ദിവസത്തിൽ കമ്പോളവൽക്കരിക്കപ്പെട്ട് നശിപ്പിക്കുവാനുള്ളതല്ല നിന്റെ ഹൃദയം എന്ന് പറയുന്നത്. ವ್ಯಾಲೆಂಟೈನ್ ಡೇ ಎಂಬತಕ್ಕಂತ ದಿನ ಬರುವಾಗ ನಿನ್ನ ಹೃದಯದಲ್ಲಿ ಬೇಡವಾದಂತ ಸಂಗತಿಗಳನ್ನು ತುಂಬಿಕೊಂಡು ನಾಶ ಮಾಡುವುದಕ್ಕೆ ಅಲ್ಲ ನಿನ್ನ ಹೃದಯವಿರುವುದು. Are you a child of God? ನೀನು ದೇವರ ಮಗುವೋ? Have you given your heart to God? ನಿನ್ನ ಹೃದಯವನ್ನು ಯೇಸು ಸ್ವಾಮಿಗೆ ಕೊಟ್ಟಿದ್ದೀಯೋ? Cupid has no rights over your hearts this night. Remember that. ನೀನು ಯೋಚನೆ ಮಾಡು, ಬೇರೆ ಯಾವ ಸಂಗತಿಗಳಿಗೂ ನಿನ್ನ ಹೃದಯದಲ್ಲಿ ಸ್ಥಳವಿಲ್ಲ. Your heart is given over to God. ನಿನ್ನ ಹೃದಯ ಯೇಸು ಸ್ವಾಮಿಗೆ ಕೊಟ್ಟಿದ್ದೀಯೋ? നീ യേശു കർത്താവിന് കൊടുത്ത ഹൃദയത്തെ നീ വഞ്ചിക്കരുത്. ಯೇಸು ಸ್ವಾಮಿಗೆ ಕೊಟ್ಟಿರುವ ಹೃದಯವನ್ನ ಮೋಸಪಡಿಸಬೇಡ. ഇന്ന് രാത്രിയിൽ ಈ ರಾತ್ರಿ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നതിന്റെയും ದೇವರನ್ನ ಪೂರ್ಣ ಹೃದಯದಿಂದ ಪ್ರೀತಿಸುವುದರ, നമ്മെ പോലെ സഹോദരനെ സ്നേഹിക്കുന്നതിന്റെയും ನಮ್ಮ ಹಾಗೆ ಈ ಸ್ನೇಹಿತರನ್ನ ಪ್ರೀತಿಸುವುದರ ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ വേഗത്തിൽ നിരത്തി വെച്ചിട്ട് ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ಕೆಲವು ಪ್ರಾಯೋಗಿಕ ಸಂಗತಿಗಳನ್ನ ಬೇಗ ತಿಳಿಸಿ ಮುಗಿಸುತ್ತೇನೆ. എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ನನ್ನ ಪ್ರೀತಿಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, ദൈവത്തോടുള്ള ബന്ധം ഹൃദയത്തിന്റെ ബന്ധമാണ്. ದೇವರೊಂದಿಗಿರುವ ಸಂಬಂಧ ಹೃದಯದ ಸಂಬಂಧ. ഹൃദയ ഭാഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയത്തില്ലേ? ಹೃದಯದ ಭಾಷೆ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ಅರ್ಥ ಆಗ್ತದಾ? ഹൃദയത്തിന്റെ ബന്ധം എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? ಹೃದಯದ ಸಂಬಂಧ ಅಂತ ಹೇಳಿದ್ರೆ ಅರ್ಥ ಆಗಲ್ವಾ? ഏറ്റവും ശക്തവും ദൃഢവും മനുഷ്യത്വപരവുമായ ബന്ധമാണ് ഹൃദയബന്ധം എന്ന് പറയുന്നത്. ಅತಿ ಗಟ್ಟಿಯಾದ ಶಕ್ತಿಯುತವಾದ ಸಂಬಂಧವಾಗಿದೆ ಮನುಷ್ಯರ ಹೃದಯದ ಸಂಬಂಧ. ರಿಲೇಶನ್ಶಿಪ್ ವಿತ್ ಗಾಡ್ ಇಸ್ ಎ ಮ್ಯಾಟರ್ ಆಫ್ ಯುವರ್ ಹಾರ್ಟ್. ಅಂದ್ರೆ ದೇವರೊಂದಿಗಿರುವ ಸಂಬಂಧವಾಗಿದೆ ವಿಷಯ. ദൈവത്തോടുള്ള നിന്റെ ബന്ധം നിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ തുടങ്ങേണ്ടതാണ്. ದೇವರೊಂದಿಗಿರುವ ಸಂಬಂಧ ನಿನ್ನ ಹೃದಯದ ಆ ಪ್ರಾರಂಭದಿಂದ ಪ್ರಾರಂಭ ಆಗಬೇಕು. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. ಪೂರ್ಣ ಹೃದಯದಿಂದ ದೇವರನ್ನ ಪ್ರೀತಿಸಬೇಕು. മറിയ എന്ന് പറയുന്ന നല്ലൊരു സഹോദരി ഉണ്ടായിരുന്നു. ಮರಿಯಳು ಎಂಬತಕ್ಕಂತ ಒಳ್ಳೆ ಹೆಂಗಸಿದ್ಲು. അവളും അവളുടെ സഹോദരിയും ലാസറിന്റെ പേര് പറഞ്ഞിട്ടില്ല. അവർ പാർക്കുന്ന വീട്ടിൽ യേശു തമ്പുരാൻ ഒരിക്കൽ കടന്നു. ಅವರು ವಾಸ ಮಾಡುವಂತ ಮನೆಯಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿ ಒಂದ್ಸರಿ ಬಂದ್ರು. മറിയെ സംബന്ധിച്ചിടത്തോളം ಮರಿಯಳ ಬಗ್ಗೆ ಹೇಳುವಾಗ യേശുവിന്റെ കാൽക്കലിരുന്ന് ಯೇಸು ಕ್ರಿಸ್ತನ ಪಾದದ ಬಳಿಯಲ್ಲಿ ಕುಳಿತುಕೊಂಡು ദൈവത്തിന്റെ ശോഭ മിന്നുന്ന ആ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ಯೇಸು ಕ್ರಿಸ್ತನ ಪ್ರಕಾಶಮಾನವಾದ ಮುಖವನ್ನ ದೃಷ್ಟಿಸಿ ನೋಡುತ್ತಾ ദൈവത്തിന്റെ ജീവൻ നൽകുന്ന വാക്കുകളെ കേട്ടുകൊണ്ട് ಅಂದ್ರೆ ದೇವರ ಜೀವವನ್ನ ಕೊಡುವಂತ
ಆಕೆಯ ಪ್ರೀತಿಯಾಗಿತ್ತು. ರಾತ್ರಿಗಾಲಂ ವಚನ ಕೇಳ್ಕುನ್ನ ದೈವത്തിന്റെ ದಾಸನೇ, ಈ ರಾತ್ರಿ ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳುತ್ತಿರುವಂತ ದೇವರ ದಾಸರೇ, ದಾಸಿಯೇ, നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് വരികിൽ, ನೀನು ಪೂರ್ಣ ಹೃದಯದಿಂದ ದೇವರನ್ನು ಪ್ರೀತಿಸುವುದಾದರೆ നീ നിന്റെ യജമാനനുമായി ഒരു ക്വാളിറ്റി ടൈം ഉണ്ടായി വരേണ്ടതാണ്. ನೀನು ನಿನ್ನ ಯಜಮಾನನೊಂದಿಗೆ ಒಂದು ಒಳ್ಳೆ ಸಮಯ ವೆಚ್ಚ ಮಾಡಬೇಕು. മറ്റൊരുത്തനും നിന്നെ ശല്യപ്പെടുത്താത്തപ്പോൾ, ಯಾರು ನಿನ್ನನ್ನು ಹಿಂಸೆ ಪಡಿಸದೇ ಇರುವಾಗ, നിന്റെ ഫോൺ അടിക്കാത്തപ്പോൾ, ನಿನ್ನ ಫೋನ್ ಒಡೆಯದೇ ಇರುವಾಗ, നിന്റെ ജീവിത സഖി മനസ്സിലാക്കാതിരിക്കുമ്പോൾ, ನಿನ್ನ ಜೀವ ಸಂಗಾತಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳದೆ ಇರುವಾಗ, ഞാനും എന്റെ ഗുരുവുമായി മുഖാമുഖം ചിലവഴിക്കുന്ന സമയങ്ങൾ, ನಾನು ನನ್ನ ಗುರುವಿನೊಂದಿಗೆ ಮುಖಾಮುಖಿಯಾಗಿ ಇರುವಂತ ಸಮಯ, ദൈവസഭയെ നീ ഉണരുക, ದೇವರ ಸಭೆಯ ಎಚ್ಚರವಾಗು, ഉറക്കത്തിൽ നിന്ന് ഉണരുക, ನಿದ್ರೆಯಿಂದ ಎಚ್ಚರವಾಗು, അതിരാവിലെ നിന്റെ ഗുരുവിനെ നീ അന്വേഷിക്കുക, ಬೆಳಿಗ್ಗೆ ನಿನ್ನ ಗುರುವನ್ನ ಹುಡುಕು, നിന്റെ ഹൃദയം അവനിലേക്കായിരിക്കട്ടെ. ನಿನ್ನ ಹೃದಯ ಆತರೊಂದಿಗಿರಲಿ. നല്ല അംശം മറിയ തിരഞ്ഞെടുത്തു, ಒಳ್ಳೆ ಅಂಶ ಮರೆಯಲು ಆರಿಸಿಕೊಂಡಳು. ആര് പരാതി പറഞ്ഞാലും കർത്താവ് അത് വിലക്കുകയില്ല. ಯಾರು ಎಷ್ಟೇ ದೂಷಣೆ ಮಾಡಿದ್ರು ಯೇಸು ಸ್ವಾಮಿ ಅದಕ್ಕೆ ಒಪ್ಪಲ್ಲ. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ ಲೂಕನ ಸುವಾರ್ತೆ 7ನೇ ಅಧ್ಯಾಯ, യേശു ശീമോൻ എന്ന പരീശന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ಯೇಸು ಸ್ವಾಮಿ ಸೀಮೋನನ ಮನೆಯಲ್ಲಿ ಊಟಕ್ಕೆ ಹೋಗಿರುವಂತ ಸಂಗತಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. പാപിയായ ഒരു സ്ത്രീ അവിടെ പേര് പറഞ്ഞിട്ടില്ല. ಪಾಪಿಯಾದ ಒಂದು ಹೆಂಗಸು ಹೆಸರಿಲ್ಲ. അവിടെ വന്ന് യേശുവിന്റെ കാൽക്കൽ കരഞ്ഞ് കഴുകി തലമുടി കൊണ്ട് തുടച്ച് അവിടെ വലിയ അവനെ അഭിഷേകം ചെയ്യുന്നവരെ കാണാൻ സാധിക്കും. ಆಕೆಯು ಯೇಸು ಸ್ವಾಮಿಯ ಪಾದದ ಬಳಿಗೆ ಬಂದು ಆಕೆ ಹತ್ತು ಆಕೆಯ ತಲೆ ಕೂದಲಿಂದ ಯೇಸು ಸ್ವಾಮಿಯ ಪಾದವನ್ನ ಒರೆಸಿ ಆ ತೈಲದಿಂದ ಅಭಿಷೇಕ ಮಾಡಿರುವ ಸಂಗತಿ. അവിടെ വലിയ സംവാദം നടക്കുകയാണ്. ಅಲ್ಲಿ ದೊಡ್ಡ ಮಾತುಕತೆ ನಡೀತಾ ಇದೆ. യേശു അവളുടെ ഡിഫൻസിനായി വന്നിട്ട് പറയുന്നു, ಯೇಸು ಸ್ವಾಮಿ ಆಕೆಯ ಬಳಿಯಲ್ಲಿ ಬಂದು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ശീമോനെ, ಸೀಮೋನನೇ, ഇവൾ അവിടെ അധികം പാപങ്ങൾ ക്ഷമിച്ചു കൊടുക്കപ്പെട്ടിരിക്കാൻ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ಆಕೆಯ ಹೆಚ್ಚು ಪಾಪಗಳು ಕ್ಷಮಿಸಲ್ಪಟ್ಟಿರುವುದರಿಂದ ಆಕೆಯು ನನ್ನನ್ನು ಹೆಚ್ಚಾಗಿ ಪ್ರೀತಿಸುತ್ತಿದ್ದಾಳೆ. യേശു പാപം ക്ഷമിച്ചെന്ന് ഉറപ്പുള്ളവർ കൈപൊക്കിക്കേ. ಯೇಸು ಸ್ವಾಮಿ ಪಾಪ ಕ್ಷಮಾಪಣೆ ಮಾಡಿದರೆ ಅವರು ಕೈ ಎತ್ತರಿ. യേശു എന്റെ പാപം ക്ഷമിച്ചെന്ന് ഉറപ്പുള്ളവർ കൈപൊക്കിക്കേ. ಯೇಸು ಸ್ವಾಮಿ ನನ್ನ ಪಾಪ ಕ್ಷಮಿಸಿದರೆ ಅವರು ಕೈ ಎತ್ತರಿ. നല്ലവരൊരു സ്തോത്രം പറഞ്ഞാട്ട്, ಗಟ್ಟಿಯಾಗಿ ಸ್ತೋತ್ರ ಹೇಳಿ. നിന്റെ പാപത്തിന്റെ കെട്ടഴിച്ചു വിട്ട യേശുവിന് സ്തോത്രം പറഞ്ഞാ, ನಿನ್ನ ಪಾಪದ ಬಂಧನವನ್ನು ಬಿಚ್ಚಿರುವ ಯೇಸುವಿಗೆ ಸ್ತೋತ್ರ ಹೇಳಿ. ദൈവത്തിന്റെ പൈതലേ, ದೇವರ ಮಗುವೇ, നിന്റെ പാപത്തിന്റെ കാഠിന്യം നിനക്കും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ. ನಿನ್ನ ಪಾಪದ ಕಾಠಿಣ್ಯ ನಿನಗೂ ದೇವರಿಗೂ ಮಾತ್ರ ಗೊತ್ತು. അധികം ക്ഷമിച്ചു കിട്ടിയവൻ ಹೆಚ್ಚು ಕ್ಷಮಿಸಲ್ಪಟ್ಟವನು അധികം സ്നേഹിക്കുന്നു. ಹೆಚ್ಚು ಪ್ರೀತಿಸುತ್ತಾನೆ. നിന്റെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയതെടുത്ത് യേശുവിനെ സ്നേഹിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಯಾವುದು ಅತ್ಯ ಅಮೂಲ್ಯವೋ ಅದನ್ನು ಕೊಟ್ಟು ಯೇಸು ಸ್ವಾಮಿನ ಪ್ರೀತಿಸು. മാർത്തയുടെ മറിയുടെ വീട്ടിലേക്ക് കടന്നു വരാം. ಮಾರ್ತಾ ಹಾಗೂ ಮರಿಯಳ ಮನೆಗೆ ಬರೋಣ. ലാസർ മരിച്ചുപോയി. ಲಾಸರನು ತೀರಿ ಹೋದನು. 4ാമത്തെ ദിവസം യേശു കർത്താവ് വന്നു. 4ನೇ ದಿನ ಯೇಸು ಸ್ವಾಮಿ ಬಂದ್ರು. യേശു കർത്താവ് വന്നപ്പോൾ നമുക്ക് കല്ലറക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ಯೇಸು ಸ್ವಾಮಿ ಬಂದಾಗ ಸಮಾಧಿ ಹತ್ರ ಹೋಗೋಣ ಅಂತ ಹೇಳಿದ್ರು. അവര് സഹോദരിമാരെല്ലാം കൂടെ പോയി. ಸಹೋದರಿಯರು ಬಂದ್ರು. യഹൂദന്മാർ ഒത്തിരി പേരുണ്ടായി. ಯಹೂದ್ಯರು ತುಂಬಾ ಜನ ಹೋದ್ರು. അപ്പോ അവര് സഹോദരിമാര് പറഞ്ഞ ഗുരു നീ ഇവിടെ ഉണ്ടായിരുന്ന എന്റെ സഹോദരൻ മരിക്കത്തില്ലെന്നാ പറഞ്ഞു. ಸಹೋದರಿ ಹೇಳ್ತಾ ಇದ್ದಾಳೆ, ಗುರು ನೀನಿದ್ರೆ ನನ್ನ ತಮ್ಮ ಸಾಯ್ತಾ ಇರ್ಲಿಲ್ಲ. യേശു പറയാ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ಯೇಸು ಸ್ವಾಮಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ನಾನೇ ಪುನರುತ್ಥಾನವು ಜೀವವೂ ಆಗಿದ್ದೇನೆ. അവരത് ഏറ്റു പറയുക. ಅವರನ್ನ ಪುನರುಚ್ಚರಿಸ್ತಾ ಇದ್ದಾರೆ. ബഹള വിശ്വാസമാ, ഭയങ്കര വിശ്വാസം, ದೊಡ್ಡ ನಂಬಿಕೆ, ദൊഡ വിശ്വാസമാണ്. ದೊಡ್ಡ ನಂಬಿಕೆ. വലിയ എന്തോ വിശ്വാസം വർദ്ധിച്ചു വരുന്നു. ನೋಡಿ, ದೊಡ್ಡ ನಂಬಿಕೆ ಬರ್ತಾ ಇದೆ. യേശു കല്ലറക്കൽ ചെന്നിട്ട് പറഞ്ഞു, ಯೇಸು ಸ್ವಾಮಿ ಸಮಾಧಿ ಹತ್ರ ಬಂದು ಹೇಳಿದ್ರು, കല്ലറയുടെ കല്ല് നീക്കാൻ പറഞ്ഞു. ಸಮಾಧಿಯ ಕಲ್ಲನ್ನ ತೆಗಿರಿ ಅಂತ ಹೇಳಿದ್ರು. ഈ വലിയ വിശ്വാസിയായ സഹോദരി പറഞ്ഞാന്നറിയാമോ? ದೊಡ್ಡ ನಂಬಿಕೆ ಇರುವ ಸಹೋದರಿ ಏನ್ ಹೇಳಿದ್ರು ಗೊತ್ತಾ? കർത്താവേ, 4 നാളായി നാറ്റം വെച്ചിരിക്കുന്നു. ಯೇಸುವೆ, 4 ದಿನ ಆಯ್ತು ಸತ್ತೋಗಿ ನಾಥ ಹಿಡಿದಿದೆ. അയ്യോ, പലസ്തീനായില്ലേ അക്കാലത്തെ ഗുഹക്കല്ലറകളൊന്നും നമ്മുടെ മോർച്ചറികളല്ലായിരുന്നു എന്ന് ഓർക്കണം. ಪಾಲಸ್ತೀನಲ್ಲಿದ್ದಂತ ಆಗಿನ ಕಾಲದ ಗುಹೆಯೋಪಾದಿಯಲ್ಲಿರುವಂತ ಸಮಾಧಿಗಳು ಈಗಿನ ಕಾಲದ ಮೋರ್ಚರಿಗಳಲ್ಲ ಅಂತ ನೆನೆಸ್ಕೊಳ್ಳಿ. സ്വന്തം സഹോദരൻ മരിച്ചപ്പോൾ നാറ്റം വെച്ചിരിക്കുന്നുവെന്നാണ് സഹോദരി പറയുന്നത്. ಸ್ವಂತ ಸಹೋದರನು ಸತ್ತೋಗಿರುವಾಗ ಅದು ದುರ್ಗಂಧವಾಗಿದೆ ಎಂಬುದಾಗಿ ಸಹೋದರಿ ಹೇಳ್ತಾ ಇದ್ದಾಳೆ. പുനരുത്ഥാനത്തിന്റെ ഞായറാഴ്ച രാവിലെ, ಪುನರುತ್ಥಾನದ ಭಾನುವಾರ ಬೆಳಿಗ್ಗೆ പൂന്തോട്ടത്തിലെ
ಸ್ಥಳವಿರುವಂತ ಆ ಸಮಾಧಿಯ ಬಳಿಗೆ ചില സഹോദരിമാർ പോയപ്പോൾ ಕೆಲವು ಸಹೋದರಿಯರು ಹೋದಾಗ ഈ മറിയ കൂട്ടത്തിലുണ്ടായിരുന്നു. ಈ ಮರಿಯಳು ಜೊತೆಯಲ್ಲಿದ್ದಳು. കല്ലറയുടെ കല്ല് നീക്കിയിരിക്കുന്നതായിട്ട് അവൾ കാണുകയാണ്. ಸಮಾಧಿಯ ಕಲ್ಲು ನೀಗಿಸಲ್ಪಟ್ಟಿದೆ. അപ്പോൾ അവള് പുറകിലൊരു ശബ്ദം കേട്ടു. ಹಿಂದೆ ಒಂದು ಶಬ್ದ ಕೇಳಿದಳು. തോട്ടക്കാരനെന്ന് വിചാരിച്ചു. ಆಕೆ ನೆನೆಸಿದಳು ತೋಟಗಾರನು. മാറിയ കണ്ണുനീർ വാർത്തുകൊണ്ട് നിൽക്കുന്ന മറിയ പറയുകയാണ്, ಕಣ್ಣೀರಿನಲ್ಲಿರುವಂತ ಮರಿಯಳು ಹೇಳುತ್ತಿದ್ದಾಳೆ, അവനെ എവിടെ കൊണ്ടുപോയെന്ന് അറിയത്തില്ല. ಆತನನ್ನ ಎಲ್ಲಿ ತೆಗೆದುಕೊಂಡು ಹೋಗಿದ್ದಾರೆ ಗೊತ್ತಿಲ್ಲ. നാറ്റം വെച്ച ശരീരം ഇങ്ങ് തന്നേറി ഞാൻ കൊണ്ടുപോക്കോളാം. ಆ ನಾಟ ಹೊಂದಿರುವಂತ ಶರೀರ ಕೊಡಪ್ಪ, ನಾನ್ ತಗೊಂಡು ಹೋಗ್ತೀನಿ. പുനരുത്ഥാനത്തിന്റെ ശരീരം വാങ്ങുവാനല്ല മറിയ പോയത്. ಮರಿಯಳು ಹೋದದ್ದು ಪುನರುತ್ಥಾನ ಶರೀರ ತಗೊಳ್ಳೋದಕ್ಕಲ್ಲ, യേശുവിന്റെ നാറ്റം വെച്ചെന്ന് കരുതിയ ശരീരത്തെ പൂശുവാനാണ് അവൾ കടന്നുപോയത്. ಯೇಸುವಿನ ನಾಟ ಹಿಡಿದಿರುವಂತ ಶರೀರವನ್ನ ಪೋಷಿಸುವುದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾಳೆ. മറിയേ, നിന്റെ സ്നേഹമെന്താ? ಮರಿಯಳೆ, ನಿನ್ನ ಪ್ರೀತಿ ಎಂತದ್ದು? യേശുവിന്റെ നിന്നയെ ചുമക്കുന്ന സ്നേഹമാണത്. ಯೇಸುವಿನ ನಿಂದನೆಯನ್ನು ಓರುವಂತ ಪ್ರೀತಿ, ക്രൂശിന്റെ നിന്നയെ ചുമക്കുന്ന, ಶಿಲುಬೆಯ ನಿಂದೆಯನ್ನು ಓರುವ, യേശുവിന്റെ നിന്നയെ ചുമക്കുന്ന, ಯೇಸುವಿನ ನಿಂದೆಯನ್ನು ಓರುವ ആ തള്ളിവിടുന്നതായ സ്നേഹം, ತಳ್ಳುವಂತ ಪ್ರೀತಿ. എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ನನ್ನ ಪ್ರೀತಿಯ ಸಹೋದರ ಸಹೋದರಿ, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. ದೇವರನ್ನ ಪೂರ್ಣ ಹೃದಯದಿಂದ ಪ್ರೀತಿಸಿರಿ. അതിന്റെ അർത്ഥം, ಅದರ ಅರ್ಥ, ഒരു കണക്കുകൂട്ടലും കൂടാതെ ദൈവത്തിന് അങ്ങ് അടിയറ വയ്ക്കുക. ಯಾವುದೇ ಲೆಕ್ಕಾಚಾರ ಮಾಡದೆ ದೇವರ ಮುಂದೆ ಬಾಗು. It is a purified surrender to Jesus. ಸಂಪೂರ್ಣವಾದ ಸಮರ್ಪಣೆ ಯೇಸು ಸ್ವಾಮಿಗೆ. രണ്ടാമതായിട്ട്, ಎರಡನೇದಾಗಿ, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ದೇವರನ್ನ ಪ್ರೀತಿಸುವುದು ಎಂಬುದಾಗಿ ಹೇಳುವಾಗ മനുഷ്യനെ ശുശ്രൂഷിക്കുക എന്നാണ്. ಮನುಷ್ಯರ ಸೇವೆ ಮಾಡುವುದು. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ಯೇಸು ಸ್ವಾಮಿ ಯೋಹಾನನ ಸುವಾರ್ತೆ 13ನೇ ಅಧ್ಯಾಯ 1ನೇ ವಾಕ್ಯದಲ್ಲಿ ಈ ರೀತಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, അവൻ തനിക്കുള്ളവരെ സ്നേഹിക്കിയാൽ ಆತನು ತನ್ನವರನ್ನು ಪ್ರೀತಿಸುವುದರಿಂದ അവസാനത്തോളം സ്നേഹിച്ചു. ಕೊನೆಯವರೆಗೂ ಪ್ರೀತಿಸಿದನು. യേശുവിനെ അവസാനത്തോളം സ്നേഹിക്കിയാൽ ಯೇಸುವನ್ನ ಕೊನೆಯವರೆಗೂ ಪ್ರೀತಿಸುವುದರಿಂದ അടിമയുടെ പാത്രം എടുത്തിട്ട് സഹോദരന്മാരുടെ കാലുകൾ കഴുകുവാൻ പോകുകയാണ്. ಗುಲಾಮತನದ ಪಾತ್ರೆಯನ್ನು ತೆಗೆದುಕೊಂಡು ಸಹೋದರರ ಪಾದಗಳನ್ನ ತೊಳೆಯುವುದಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾರೆ. വിറുവിറുപ്പ് കൂടാതെ, ಗುಟ್ಟದೆ, മത്സര്യം കൂടാതെ, ಮತ್ಸರದಿಂದ ಅಲ್ಲ, നിർവ്യാജമായി പൂർണ്ണ ഹൃദയത്തോടെ, ಪ್ರೀತಿಯಿಂದ ಪೂರ್ಣ ಹೃದಯದಿಂದ, മറ്റു കാര്യസാധ്യ ലബ്ധികൾ ഇല്ലാതെ, ಏನಾದ್ರೂ ಸಿಕ್ಲಿ ಅನ್ನೋ ಬಯಕೆಯಿಂದ ಅಲ್ಲ. കർത്താവിന്റെ വേല ചെയ്യണമെങ്കിൽ ಯೇಸು ಸ್ವಾಮಿಯ ಆ ಸೇವೆ ಆ ರೀತಿ ಮಾಡ್ಬೇಕಾ? നിന്റെ ഉള്ളിൽ ദൈവത്തോടും മനുഷ്യനോടും സ്നേഹം ഉണ്ടായിരിക്കണം. ನಿನ್ನ ಹೃದಯದಲ್ಲಿ ಮನುಷ್ಯರೊಂದಿಗೂ ದೇವರೊಂದಿಗೂ ಪ್ರೀತಿ ಇರಬೇಕು. ഇരിക്കുന്ന പാസ്റ്റേഴ്സിനോട്, ಇಲ್ಲಿರುವಂತ ದೇವರ ಸೇವಕರೇ, കർത്താവ് പറഞ്ഞ വാക്യം ഞാൻ ഉദ്ധരിക്കട്ടെ. ಯೇಸು ಸ್ವಾಮಿ ಹೇಳುವ ಮಾತು ಉಚ್ಚರಿಸುತ್ತೇನೆ. ബർയോന ശീമോനെ, ಬೆರೆಯೋನಾದ ಸೀಮೋನನೇ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ಇವೆಲ್ಲ ಉಳಿಗಿಂತ ಹೆಚ್ಚಾಗಿ ನನ್ನನ್ನು ಪ್ರೀತಿಸುತ್ತೀಯೋ? കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ಹೌದು ಕರ್ತನೆ, ಪ್ರೀತಿಸ್ತೇನೆ. എന്താ കർത്താവ് പറഞ്ഞത്? ಯೇಸು ಸ್ವಾಮಿ ಏನು ಹೇಳಿದ್ರು? എന്റെ ആടുകളെ മേയിക്കുക, ನನ್ನ ಕುರಿಗಳನ್ನ ಕಾಯಿ. നിന്റെ ഇടയ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു കൂട്ടുവേലക്കാരാ ദൈവസ്നേഹത്തിന്റെ പ്രചോദനത്താലായിരിക്കട്ടെ. ಓ, ನಿನ್ನ ಕುರುಬ ಸೇವೆ ಎನ್ನುವಂಥದ್ದು ಪ್ರಿಯ ಸೇವಕನೇ, ದೇವರ ಪ್ರೀತಿಯಿಂದ ಮಾಡು. പൗലോസ്ലീഹ പറയുന്നു, ಪೌಲನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, നിർബന്ധം എന്റെ മേൽ കിടക്കുകയാണ്. ನನ್ನ ಮೇಲೆ ನಿರ್ಬಂಧವಿದೆ. ശേഷം അറിയിച്ചില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ಸುವಾರ್ತೆ ತಿಳಿಸದೆ ಹೋದ್ರೆ ನನಗೆ ಅಯ್ಯೋ ಕಷ್ಟ. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുകയോ. ಕ್ರಿಸ್ತನ ಪ್ರೀತಿ ನನ್ನನ್ನು ಒತ್ತಾಯಿಸ್ತಾ ಇದೆ. ഒരു കുതിരയെ, ഒരു പടക്കുതിരയെ നയിക്കുന്നത് പോലെ, ಒಂದು ಕಾಳಗದ ಕುದುರೆಯನ್ನ ನಡೆಸುವ ಪಾದಿಯಲ್ಲಿ, വാഹനത്തെ അതിന്റെ എഞ്ചിൻ നയിക്കുന്നത് പോലെ, ಒಂದು ವಾಹನವನ್ನ ಅದರ ಎಂಜಿನ್ ತೆಗೆದುಕೊಂಡು ಹೋಗುವ ಪಾದಿಯಲ್ಲಿ ദൈവത്തിന്റെ സ്നേഹമാണ് സുവിശേഷം വക്താക്കളെ നിയന്ത്രിക്കുന്നത്. ದೇವರ ಪ್ರೀತಿಯಾಗಿದೆ ಸುವಾರ್ತೆ. ദൈവത്തെ സ്നേഹിക്കുന്നുവോ? ದೇವರನ್ನ ಪ್ರೀತಿಸುತ್ತಿದೆಯೋ? കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തയോടെ പിറുപിറുപ്പില്ലാതെ ചെയ്യും. ಯೇಸು ಸ್ವಾಮಿ ಒಪ್ಪಿಸಿರುವ ಸೇವೆಯನ್ನ ಗುಣಗುಟ್ಟದೆ ನಂಬಿಕೆಯಿಂದ ಮಾಡು. യോഹന്നാൻ 13:34 പറയുന്നു, ಯೋಹಾನನ ಬರೆದ ಸುವಾರ್ತೆ 11:33 ಬರೆಯಲ್ಪಟ್ಟಿದೆ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ ನಾನು ನಿಮ್ಮನ್ನು ಪ್ರೀತಿಸಿದೋ ಪಾದಿಯಲ್ಲಿ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പീൻ. ನೀವು ಪರಸ್ಪರ ಪ್ರೀತಿಸಿರಿ. ഈ യഹൂദന്മാര് ಯಹೂದ್ಯರು അവരുടെ സ്വന്തം ആൾക്കാരെ സ്നേഹിക്കാൻ നല്ല മനുഷ്യരായിരുന്നു. ಅವರ ಸ್ವಂತ ಜನರನ್ನ ಪ್ರೀತಿಸುವುದಕ್ಕೆ ಒಳ್ಳೆಯವರಾಗಿದ್ರು. ഭാര്യയും ഭർത്താവും, ಗಂಡ ಹೆಂಡತಿ, അപ്പനും മക്കളും, ತಂದೆ ಮಕ್ಕಳು, സഹോദരി സഹോദരന്മാർ, ಸಹೋದರ ಸಹೋದರಿಯರು, പിന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന യഹൂദൻ. ಅಕ್ಕಪಕ್ಕದಲ್ಲಿರುವ ಯಹೂದ್ಯರು. അപ്പം വേറൊരുത്തരെ സഹായിക്കത്തില്ല. ಬೇರೊಬ್ಬರಿಗೆ ಸಹಾಯ ಮಾಡಲ್ಲ. യേശു കർത്താവ്
ಯೇಸು ಸ್ವಾಮಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, അയൽക്കാരൻ ആരാണ്? ಯಾರು ನೆರೆಯವನು? സ്വന്തം ജാതിയല്ല, ಸ್ವಂತ ಜನಾಂಗವಲ್ಲ, സ്വന്തം കുടുംബമല്ല, ಸ್ವಂತ ಕುಟುಂಬ ಅಲ್ಲ, രക്തബന്ധമല്ല, ರಕ್ತ ಸಂಬಂಧಿ ಅಲ್ಲ, ഒരു ക്ലബിലെ മെമ്പർഷിപ്പ് അല്ല, ಕ್ಲಬ್ ಮೆಂಬರ್ಶಿಪ್ ಅಲ್ಲ, ചില ഭാഷാ നൈപുണ്യങ്ങളല്ല, ಕೆಲವು ಭಾಷಾ ನೈಪುಣ್ಯತೆ ಅಲ್ಲ, ചില പ്രത്യേക അഭിരുചികളല്ല. ಕೆಲವು ಪ್ರತ್ಯೇಕತೆ ಅಭಿರುಚಿ ಅಲ್ಲ. സ്നേഹം അർഹിക്കാത്തവനെ സ്നേഹിക്കുക, ಪ್ರೀತಿ ತಿಳಿಯದೇ ಇರುವವನ್ನ ಪ್ರೀತಿಸು, സ്നേഹിക്കാൻ കഴിയാത്തവനെ സ്നേഹിക്കുക, ಪ್ರೀತಿಸಲು ಸಾಧ್ಯವಾಗದೇ ಇರುವಂತವರನ್ನ ಪ್ರೀತಿಸು, ശത്രുക്കളെ സ്നേഹിക്കുക, ವೈರಿಯನ್ನ ಪ್ರೀತಿಸು, ഉപദ്രവിക്കുന്നവരെ വേണ്ടി പ്രാർത്ഥിക്കുക, ಹಿಂಸೆ ಮಾಡುವವರಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸು, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. ಶಾಪ ಹಾಕುವವರನ್ನ ಆಶೀರ್ವದಿಸು. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. ಇದೇ ಪ್ರೀತಿ. എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ನನ್ನ ಪ್ರೀತಿಯ ಸಹೋದರ ಸಹೋದರಿ, എന്താണ് സഹോദര സ്നേഹം എന്ന് പറയുന്നത്? ಏನಾಗಿದೆ ಸಹೋದರ ಪ್ರೀತಿ? അന്യോന്യം ഭാരങ്ങളെ ചുമക്കുന്നത്. ಪರಸ್ಪರ ಭಾರಗಳನ್ನು ಹೊರುವುದು. എന്താണ് സ്നേഹം എന്ന് പറയുന്നത്? ಏನಾಗಿದೆ ಪ್ರೀತಿ? അനാഥനെ, ಅನಾಥನನ್ನ, വിധവയെ, ವಿಧವೆಯರನ್ನ, അന്യജാതിക്കാരനെ, ಅನ್ಯ ಜನಾಂಗದವರನ್ನ, അശരണനെ, ಅಂದ್ರೆ ಆಶ್ರಯವಿಲ್ಲದೆ ಇರುವವರನ್ನ, നിരാലംബരെ, ആലംബമില്ലാത്തവരെ, ശരണമില്ലാത്തവരെ, ಆರಂಭವಿಲ್ಲದೆ ಇರುವವರನ್ನ, അവർ യഹോവയുടെ പ്രത്യേക ജനമെന്ന് കരുതി സ്നേഹിക്കുന്നു. ಅವರು ಯೆಹೋವನ ಪ್ರತ್ಯೇಕ ಜನಾಂಗ ಎಂಬುದಾಗಿ ತಿಳಿದು ಪ್ರೀತಿಸುವುದು. സമയം പോയി, ಸಮಯ ಮುಗಿತು, ഞാൻ വാക്ക് നിർത്താൻ പോവുക. ನನ್ನ ಮಾತನ್ನು ಮುಗಿಸ್ತೇನೆ. ഈ കൺവെൻഷൻ യോഗത്തിൽ ಈ ಕೂಟದಲ್ಲಿ ദൈവം തന്റെ ജനത്തോട് പറയുന്നു, ದೇವರು ತನ್ನ ಜನರಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, എന്റെ കർത്താവ് നമ്മോട് പറയുന്നു, ನನ್ನ ಯೇಸು ಸ್ವಾಮಿ ನಮ್ಮ ಹತ್ರ ಹೇಳ್ತಾ ಇದ್ದಾರೆ, നിനക്ക് അപ്രാപ്യമായത് പ്രാപിച്ചെടുക്കുവാൻ, നിന്നെ കൊണ്ട് സാധിപ്പിക്കുവാൻ യേശു ലോകത്തിലേക്ക് വന്നു. ನಿನಗೆ ಅಪ್ರಾಪ್ತವಾದದನ್ನು ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಯೇಸು ಸ್ವಾಮಿ ಭೂಮಿಗೆ ಬಂದರು. നിനക്ക് ദൈവത്തെ സ്വരവേ സ്നേഹിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. ನಿನಗೆ ದೇವರನ್ನು ಸ್ವಂತವಾಗಿ ಪ್ರೀತಿಸಲು ಸಾಧ್ಯವಾಗುತ್ತಿರಲಿಲ್ಲ. അവൻ യേശുവിന്റെ സുവിശേഷത്താൽ നിന്റെ ഹൃദയത്തിന് പരിച്ഛേദന നൽകി. ಯೇಸು ಸ್ವಾಮಿಯ ಸ್ವಾರ್ಥೆಯಿಂದ ನಿನ್ನ ಹೃದಯಕ್ಕೆ ಸುನ್ನತಿಯಾಯಿತು. അവൻ നിനക്കൊരു പുതിയ ഹൃദയം നൽകി. ಆತನು ನಿನಗೆ ಹೊಸ ಹೃದಯವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. അവൻ നിന്റെ പാപങ്ങളെ ക്ഷമിച്ചു. ಆತನು ನಿನ್ನ ಪಾಪಗಳನ್ನು ಕ್ಷಮಿಸಿದನು. അവൻ നിന്നെ സ്വർഗീയ മഹിമയ്ക്ക് ഓഹരിക്കാരനാക്കി. ಆತನು ನಿನ್ನ ಪರಲೋಕ ರಾಜ್ಯಕ್ಕೆ ಯೋಗ್ಯನನ್ನಾಗಿ ಮಾಡಿದನು. അവൻ നിന്നെ പുതു സൃഷ്ടിയാക്കി. ಆತನು ನಿನ್ನ ಹೊಸ ಸೃಷ್ಟಿಯನ್ನಾಗಿ ಮಾಡಿದನು. അവൻ നിന്നെ പുതിയ നിയമത്തിന്റെ അവകാശിയാക്കി. ಆತನು ನಿನ್ನನ್ನು ಹೊಸ ಒಡಂಬಡಿಕೆಯ ಅವಕಾಶನಾಗಿ ಮಾಡಿದನು. ആകയാൽ ಆದುದರಿಂದ പൂർണ്ണ ഹൃദയത്തോടെ, ಪೂರ್ಣ ಹೃದಯದಿಂದ, പൂർണ്ണ ആത്മാവോടെ, ಪೂರ್ಣ ಆತ್ಮದಿಂದ, പൂർണ്ണ ശക്തിയോടെ ಪೂರ್ಣ ಶಕ್ತಿಯಿಂದ മറിയാം ദൈവത്തെ സ്നേഹിച്ചതുമോ, ಮರಿಯಳು ದೇವರನ್ನು ಪ್ರೀತಿಸಿದ ಪಾದಿಯಲ್ಲಿ, പാപം മോചിച്ചു കിട്ടിയ സ്ത്രീ യേശുവിനെ സ്നേഹിച്ചതുമോ, ಪಾಪವು ಕ್ಷಮಿಸಲ್ಪಟ್ಟಂತ ಹೆಂಗಸು ಯೇಸು ಸ್ವಾಮಿನ ಪ್ರೀತಿಸಿದ ಪಾದಿಯಲ್ಲಿ, ആത്മാവ് നിന്നെ നിറച്ച് നിന്റെ ഹൃദയത്തിന്റെ അണകളെ പൊട്ടി ദൈവത്തെ സ്നേഹിക്കുവാൻ ഇടയാക്കട്ടെ. ಆತ್ಮನು ನಿನ್ನನ್ನು ತುಂಬಿಸಿ ನಿನ್ನ ಹೃದಯ ಹೊಡೆದು ದೇವರನ್ನ ಪ್ರೀತಿಸು. സ്നേഹത്താൽ യേശുവിനെ നിന്നെ ചുമക്കുവാൻ നിനക്കിടയാകട്ടെ. ಪ್ರೀತಿಯಿಂದ ಯೇಸು ಕ್ರಿಸ್ತನ ಆ ನಿಂದನೆಯನ್ನು ಓರು. സ്നേഹത്താൽ ദൈവസഭയെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ಪ್ರೀತಿಯಿಂದ ದೇವರ ಸಭೆಯ ಸೇವೆ ಮಾಡು. യേശുവിനെ പോലെ സഹോദരി സഹോദരന്മാരെ സ്നേഹിപ്പാൻ പരിശുദ്ധാത്മാവ് ശക്തി തരട്ടെ. ಯೇಸು ಕ್ರಿಸ್ತನ ಪಾದಿಯಲ್ಲಿ ಸಹೋದರ ಸಹೋದರಿಯನ್ನ ಪ್ರೀತಿಸಲು ಯೇಸು ಸ್ವಾಮಿ ನಿಮಗೆ ಕೃಪೆ ಕೊಡಲಿ. ഇന്ന് രാത്രി ಈ ರಾತ್ರಿ പുതിയ നിയമത്തിന്റെ ഈ വിശിഷ്ട ശ്രേഷ്ഠ അനുസരണത്തിലേക്ക് ಹೊಸ ಒಡಂಬಡಿಕೆಯ ಈ ವಿಶಿಷ್ಟತೆಗೆ എന്നെ നടത്തണമേ. ನನ್ನನ್ನು ನಡೆಸು. എനിക്ക് ആഗ്രഹമുണ്ട്, ನನಗೆ ಬಯಕೆ ಇದೆ. ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നു. ನಾನು ಬರಲು ಬಯಸುತ್ತೇನೆ. അങ്ങനെ താല്പര്യമുള്ളവർ ಆ ರೀತಿ ಬಯಸುವವರು കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ನಿಮ್ಮ ಹಸ್ತಗಳ ಮೇಲೆ ಕೆತ್ತಿರಿ. എന്റെ കർത്താവേ, ನನ್ನ ಯೇಸುವೆ, ഞാൻ എന്റെ ഹൃദയം നിനക്ക് വീണ്ടും തരുന്നയാ. ನನ್ನ ಹೃದಯ ಮತ್ತೊಂದಾವರ್ತಿ ಕೊಡ್ತೇನೆ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ನಾನು ನಿನ್ನ ಪ್ರೀತಿಸ್ತೇನೆ. ഞാൻ നിന്നോട് പറ്റിയിരിക്കും. ನಾನು ನಿನ್ನೊಂದಿಗಿರ್ತೇನೆ. ഞാൻ നിന്നെ സ്നേഹിക്കും. ನಾನು ನಿನ್ನ ಪ್ರೀತಿಸ್ತೇನೆ. എന്റെ ജീവിതം നിനക്കായി ഞാൻ അർപ്പിച്ചിരിക്കുന്നു. ನನ್ನ ಜೀವಿತ ನಿನಗಾಗಿ ಅರ್ಪಿಸುತ್ತೇನೆ. നിന്റെ നിന്നയെ ചുമന്നുകൊണ്ട്, ನಿನ್ನ ನಿನ್ನನ್ನು ಒತ್ತು ತೋರುತ್ತಾ, നിന്നെ സ്നേഹിച്ച്, ನಿನ್ನನ್ನು ಪ್ರೀತಿಸಿ, നിന്റെ ഇഷ്ടം ചെയ്ത് ನಿನ್ನ ಇಷ್ಟ ಮಾಡಿ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ಈ ಭೂಮಿಯಲ್ಲಿ ಜೀವಿಸುವುದಕ್ಕೆ ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുകയാണ്. ನನ್ನನ್ನು ಪ್ರತಿಷ್ಠೆ ಮಾಡುತ್ತೇನೆ.